പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയിൽ നിന്ന് ഹൃദയപൂർവ്വം സ്വാഗതം. രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്ത നല്ല നല്ല വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് പറയുക? നമസ്തേ, നമസ്തേ അല്ലെങ്കിൽ നമസ്തേ ജി എന്ന് പറയും അല്ലേ. ഇനി മുസ്ലിമാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ, രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് കണ്ടുമുട്ടുന്നതെങ്കിലോ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ വലൈക്കും അസ്സലാം. അത് സാധാരണ എല്ലാ സാർവലൗകികമാണ് ആ ഭാഷ. ലോകത്ത് എവിടെയും ആ സംബോധന ഉപയോഗിക്കാം. അതുപോലെ നമസ്കാർ, നമസ്തേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്കത് നമസ്തേ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നാലും വരിക എന്നൊക്കെയാണ് അർത്ഥം. ആയേ വിനയത്തോടുകൂടി, നമ്രതയോടുകൂടി, നല്ല സ്നേഹത്തോടുകൂടി, എളിമയോടുകൂടി ഒരാളെ ഇത് നമുക്ക് പല രൂപത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ആയേ എന്ന് പറഞ്ഞാൽ നല്ല ഭാഷയാണ്. എന്നാൽ ആവോ എന്ന് പറയാം, അതും കുഴപ്പമില്ല. ആവോ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ബൈഠിയേ എന്ന് പറയുന്നതിന് പകരം അത് ഏറ്റവും നല്ല രീതിയാണ് ബൈഠിയേ എന്ന് പറയുന്നത്. എന്നാൽ ബൈഠോ എന്ന് പറയാം നമുക്ക്. ബൈഠോ എന്ന് പറഞ്ഞാൽ ഇരുന്നോ എന്നാണ്. ബൈഠോ അല്ലെങ്കിൽ ബൈഠ് എന്ന് മാത്രം പറയാം. ബൈഠ് എന്ന് പറഞ്ഞാൽ ഇരിക്കൂ. ഹെഡ്മാഷ് വന്നിട്ട് കുട്ടികളോട് പറയുന്ന ഭാഷയാണത്. ബൈഠ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയുന്ന ഭാഷയാണ് ബൈഠ്, ഇരിക്കൂ. എന്നാൽ നമ്മൾ ബൈഠിയേ എന്നാണ് പറയുക. ബൈഠിയേ സ്നേഹത്തോടുകൂടി പറയും, എളിമയോടുകൂടി പറയും, ബഹുമാനത്തോടുകൂടി പറയും. അതാണ് ബൈഠിയേ, ഇരുന്നാലും കേട്ടോ. പിന്നെന്ത് പറയാം? ബൈഠ്. പിന്നൊരു ഭാഷയുണ്ട് ബൈഠേ. ബൈഠേ ഇരിക്കടാ, അല്ല ഇരിക്ക് ചങ്ങാതി എന്നൊക്കെ അർത്ഥം വരുന്നതാണത്. അത് പറയുന്നതനുസരിച്ച് നമ്മുടെ ടോൺ അനുസരിച്ചാണ് കേട്ടോ. ബൈഠേ, ബൈഠേ എന്ന് പറഞ്ഞാൽ ബൈഠേ ഇരിക്കടാ. ബൈഠ്ന യാർ, ബൈഠ്ന യാർ എന്ന് പറഞ്ഞാൽ ഇരിക്കങ്ങായി, ഇരിക്കങ്ങായി. ബൈഠ്ന യാർ, ബൈഠ്ന യാർ, ഇരിക്കങ്ങായി. മുകുന്ദൻ തും കൈസയോ, മുകുന്ദൻ തും കൈസോ. പേര് ചൊല്ലിയാണ് വിളിച്ചത് ഇവിടെ അല്ലേ. അപ്പോൾ നമുക്കറിയാം അവർ സമപ്രായക്കാരാണ്, പരിചയക്കാരാണ്. മുകുന്ദൻ തും കൈസേഹോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. മേ ടീക്കും, മേ ടീക്കും സുഖമാണ് എന്ന് പറയാൻ ടീക്കും എന്ന് പറഞ്ഞാൽ മതി. ടീക്കും, മേ ടീക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമാണ്, സന്തോഷമാണെന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ആ ചോദ്യത്തിന് അത്രേ ഉള്ളൂ. അത്ര ഒരു ചോദ്യം ഹൗ ഡു യു ഡു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ള അർത്ഥമുള്ളൂ. അത്രയും മാത്രം അതിന് മറുപടി പറഞ്ഞാൽ മതി, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറയാണ് കഹോ കൈസെ ആനാവുക. സുഹൃത്ത് ചോദിക്കാണ് കഹോ പറയൂ, കഹോ പറയൂ. കഹിയേ. ആ സമയത്ത് നമുക്ക് ചില റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആൾക്കാരോടാണ് നമുക്കെങ്ങനെ പറയാം? കഹിയേ. എന്താണ്? കഹിയേ പറഞ്ഞാലും, അല്ലെങ്കിൽ എളിമയോടുകൂടി ഒരു അപേക്ഷ സ്വരത്തിൽ പറയുകയാണ് പറയൂ എന്ന്. എങ്ങനെയാണ്? കഹിയേ. കഹോ, കഹോരേ, കഹോരേ എന്ന് പറയാം. പറയടാ, കഹോരേ. ബോൽ രേ, ബോൽ രേ, പറയടാ. ബോൽന യാർ, ബോൽന യാർ, പറയങ്ങായി. ബോൽന യാർ, പറയങ്ങാതി. അങ്ങനെ നമുക്ക് പല രൂപത്തിലും പറയാം. അതിൽ ഏറ്റവും നല്ലത് കഹിയേ, കഹിയേ പറഞ്ഞാലും. കൈസെ ആനാവുക, എന്തുകൊണ്ടാണ് വരേണ്ടി വന്നതെന്നാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടുക. എന്താ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ? വീട്ടിലേക്കൊക്കെ ഒരാൾ കയറി വരുമ്പോൾ, അപ്രതീക്ഷിതമായിട്ട് കയറി വരുമ്പോൾ, മുൻകൂട്ടി പറയാതെ കയറി വരുമ്പോൾ നമ്മളും ചോദിക്കില്ലേ അങ്ങനെയൊക്കെ? എന്നാ പറ്റിയേ, എന്താ അങ്ങനെ വരാൻ തോന്നിയേ എന്നൊക്കെയുള്ളൂ അതിൻ്റെ അർത്ഥം. കൈസെ ആനാവുക, കൈസെ ആനാവുക. കുച്ച് കാസ്നെ, കുച്ച് കാസ്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. കുച്ച് കാസ്നെ, പ്രത്യേകിച്ചൊന്നും ഇല്ല. സിർഫ് തുംസെ മിൽനെ കെ ലിയെ, സിർഫ് തുംസെ മിൽനെ കെ ലിയെ. വെറുതെ നിങ്ങളത് കാണാൻ വേണ്ടി, പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളത് കാണാൻ വേണ്ടി. ഈ സിർഫ് എന്നുള്ള വാക്ക് ഒള്ളി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അവിടെ. കേവൽ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. കേവൽ ഒള്ളി എന്നുള്ള അർത്ഥത്തിലാണ്. കേവൽ തുംസെ മിൽനെ കെ ലിയെ, നിങ്ങളത് കാണാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ സിർഫ് തുംസെ മിൽനെ കെ ലിയെ, തുംസെ മിൽനെ കെ ലിയെ, നിങ്ങളത് കാണാൻ വേണ്ടി മാത്രം, വെറുതെ ഒന്ന് കാണാൻ വേണ്ടി അത്രേ. കേവൽ മിൽനെ കെ ലിയെ, കേവൽ മിൽനെ കെ ലിയെ, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി. നീ അഭി തും കഹാം സെ ആ രഹേ ഹോ, അഭി തും കഹാം സെ ആ രഹേ ഹോ.
അബി ആപ് കാം സെ ആ രഹേ ഹോ അങ്ങനെ ചോദിക്കാം. ഇപ്പോൾ എവിടുന്ന് വരുന്നത്, ഇപ്പോൾ അങ്ങ് എവിടുന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ എവിടുന്നാണ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്. അബി തും കാം സെ ആ രഹേ ഹോ അല്ലെങ്കിൽ അബി ആപ് കാം സെ ആ രഹേ ഹോ. പിന്നെ നമുക്ക് കൊളോക്കിലായിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെ, അബി തു കിധർ സെ ആ രേ, അബി തു കിധർ സെ ആ രേ, നീ എവിടുന്ന് വരുന്നതെന്ന്. തു നീ, അബി തു കിധർ സെ ആ രേ, അബി തു കിധർ സെ ആ രേ, ഇപ്പോൾ നീ എവിടുന്ന വരുന്നേ. അബി തു കിധർ സെ ആ രേ, ഇപ്പോൾ നീ എവിടുന്ന വരുന്നേ. അബി മേ കൊല്ലം സെ ആ രഹാ ഹൂം, അബി മേ കൊല്ലം സെ ആ രഹാ ഹൂം. ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞാലും മതി, എത്ര മുഴുവൊന്നും പറയണമെന്നില്ല. കൊല്ലം സെ ആരാവും, കൊല്ലം സെ ആരാവും, ആരാവും എന്നാണ്. ആ രഹാഹും എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുമ്പോൾ ആരാഹും എന്നാണ് പറയുക. കൊല്ലം സെ കൊല്ലത്ത് നിന്ന്, ആരഹാഹും വരികയാകുന്നു. കൊല്ലം സെ ആരാഹും, കൊല്ലം സെ ആത്തെ അങ്ങനെയും പറയുന്നത്. എന്താണ് കൊല്ലം സെ ആത്തെ, കൊല്ലം സെ ആത്തെ ഹേ, കൊല്ലം സെ ആരഹാഹും, കൊല്ലം സെ ആയ, കൊല്ലം സെ ആയ അല്ലെങ്കിൽ കൊല്ലം സെ ആയി. ആയി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. കൊല്ലം സെ ആരിയും, കൊല്ലം സെ ആരിയും സ്ത്രീലിംഗം. കൊല്ലം സെ ആരാഹും, കൊല്ലം സെ ആരാഹും പുല്ലിംഗം. കൊല്ലം സെ ആത്തെ കൊളോക്കൽ നാടൻ. കൊല്ലം സെ ആത്തി, കൊല്ലം സെ ആത്തി, കൊല്ലം സെ ആത്തെ നാടൻ. ആപ് ചായ പീത്തെ യാ കോഫി, ആപ് ചായ പീത്തെ യാ കോഫി, അങ്ങ് ചായ കുടിക്കുന്നു അതേ കാപ്പിയോ, അങ്ങ് ചായ കുടിക്കുന്നു അതേ കാപ്പിയോ. ആപ് ചായ പീത്തെ യാ കോഫി, ചായ മങ്തയ്ക്കാ കോഫി മങ്തായി, ചായയാണോ കോഫിയാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മേരെ ലിയേ ഏക് കപ്പ് ചായ ലാ ദോ, മേരെ ലിയേ ഏക് കപ്പ് ചായ ലാ ദോ, എനിക്ക് ഒരു കപ്പ് ചായ കൊണ്ടുത്തരും, എനിക്കൊരു കപ്പ് ചായ തരും. അത് നമുക്ക് വേറെ രൂപത്തിൽ നമുക്ക് പറയാം. മുझे ചായ ലാന, മുझे ചായ ലാന, എനിക്ക് ചായ ഉണ്ടാ. മുझे ചായ ലാന, എനിക്ക് ചായ ഉണ്ടാ. മുझे കാപ്പി ലാന, എനിക്ക് കാപ്പി തരൂ. അല്ലെങ്കിൽ മേരെ ലിയേ एक चाय लाओ, അല്ലെങ്കിൽ मेरे लिए एक चाय दो, അങ്ങനെയൊക്കെ പറയാം നമുക്ക് കേട്ടോ. മുझे चाय चाहिए, मुझे चाय चाहिए, എനിക്ക് ചായ വേണം. അല്ലെങ്കിൽ मुझे चाय मांगता है, मुझे चाय मांगता है, എനിക്ക് ചായ വേണം. ഈ मांगता है എന്ന് പറഞ്ഞാലും ചായ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം കേട്ടോ. क्या आपके लिए कुछ खाना लाऊं, क्या आपके लिए कुछ खाना लाऊं, അങ്ങേക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം കൊണ്ടുവരട്ടെ. क्या आपके लिए कुछ खाना लाऊं, അങ്ങേക്ക് വേണ്ടി കുറച്ച്, താങ്കൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം കൊണ്ടുവരട്ടെ. ഖാന ഏതാണ് ഈ ഖാ, ശേഖരൻ്റെ ഖായ ഉപയോഗിച്ചുകൊണ്ടത് പറയാൻ. ഖാന, ചിലർ ഗാന എന്ന് പറയാറുണ്ട്, ഗാനയല്ല ഖാന, ഖാന ഖാന ഖാന. ആപ്കെ ലിയേ മേ കുച്ച് ഖാന ലാവും, അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഖാന ഖാന എന്ന് പറയും, അതാ ശരി. ആപ്കെ ലിയേ മേ കുച്ച് ഖാന ലാവും, അങ്ങേക്ക് വേണ്ടി അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ഭക്ഷണം എടുക്കട്ടെ. തൊടാ ഭോജൻ ലാവും, ഭോജൻ ഭക്ഷണം കൊണ്ടുവരട്ടെ. ഭോജൻ ലാവും ഭക്ഷണം കൊണ്ടുവരട്ടെ. ആപ്കെ ലിയേ അല്ലെങ്കിൽ തേരെ ലിയേ മേ ഭോജൻ ലാവും, നിനക്ക് വേണ്ടി, തേരെ ലിയേ നിനക്ക് വേണ്ടി, ഭോജൻ ലാവും ഭക്ഷണം കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഖാന ലാവും ഭക്ഷണം കൊണ്ടുവരട്ടെ. ഭോജൻ അല്ലെങ്കിൽ ഖാന, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, നമുക്ക് നാസ്ത ലാവും, നാസ്ത പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ലഘുഭക്ഷണം എന്നൊക്കെ അർത്ഥം ഉണ്ട് അതിന്. ഖാന ലാവും, നാസ്ത ലാവും, ഭോജൻ ലാവും. തേരെ ലിയേ നിനക്ക് വേണ്ടി, തേരെ ലിയേ നിനക്ക് വേണ്ടി, തുമാരെ ലിയേ നിങ്ങൾക്ക് വേണ്ടി, ആപ്കെ ലിയേ താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങക്ക് വേണ്ടി. ഹിന്ദി പെട്ടെന്ന് പഠിക്കണമെങ്കിൽ വാട്സാപ്പ് ക്ലാസ് ചേർന്നാൽ ഒറ്റ മാസം കൊണ്ട് അടിപൊളി സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരാം. ഒറ്റ മാസം മതി. ഇപ്പോൾ 3 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്. 3 മാസത്തെ പാക്കേജ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതാണ്. കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. ഈ താഴെ കാണുന്ന നമ്പറിൽ എത്ര പെട്ടെന്നുള്ള സീറ്റ് ഉറപ്പാക്കുക. ക്ലാസ് ഉടൻ ആരംഭിക്കുകയാണ്. പുതിയ ഗ്രൂപ്പ് ഉടൻ ആരംഭിക്കുകയാണ്. നഹി മുझे खाना नहीं, അബി നാസ്ത കർക്കെ ആയ, അബി നാസ്ത കർക്കെ ആയ, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാനിപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വന്ന, ലഘുഭക്ഷണം കഴിച്ചിട്ട് വന്നതാണ്. മുझे खाना नहीं चाहिए, എനിക്ക് ഭക്ഷണം വേണ്ട. മുझे നാസ്ത नहीं चाहिए, എനിക്ക് ലഘുഭക്ഷണം വേണ്ട. മുझे ഭോജൻ नहीं चाहिए, എനിക്ക് ഭക്ഷണം വേണ്ട. മുझे नहीं मांगते, എനിക്ക് വേണ്ട, അങ്ങനെ പറയാം. മുझे नहीं मांगते, എനിക്ക് വേണ്ട. മുझे नहीं चाहिए, എനിക്ക് വേണ്ട. നഹി എന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ നെഗറ്റീവാണ്. അപ്പോൾ അത് വേണ്ട എന്നുള്ള അർത്ഥത്തിലും ഇല്ല എന്നുള്ള അർത്ഥത്തിലുമാണ് ഉപയോഗിക്കുക കേട്ടോ. കാക്കയായ, കാക്കയായ എന്താണ് കാക്കയായ എന്ന് പറഞ്ഞാൽ? കുറച്ച് നീട്ടി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് കാക്കയായ. കഴിച്ചിട്ടാ വന്നേ. എന്താണ്
കഴിച്ചിട്ടാണ് വന്നേ. കാക്കയായ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക വന്നു എന്നല്ല അർത്ഥം. കാക്കയായ കഴിച്ചിട്ട് വന്നു. കാക്കയായ 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 കഴിച്ചിട്ട് വന്നു കഴിച്ചിട്ട് വന്നു. കാക്കയായ 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 കഴിച്ചിട്ട് വന്നു. കാക്കയായ കഴിച്ചിട്ട് വന്നു. കാക്കയായ കഴിച്ചിട്ട് വന്നു. കാക്ക മങ്തനേരെ മങ്തനേരെ വേണ്ട മങ്തനേരെ വേണ്ട. തുമാരെ പിതാജി കൈസേ ഹേ തുമാരെ പിതാജി കൈസേ ഹേ. നിങ്ങളുടെ അച്ചാച്ചൻ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഡാഡിക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അച്ഛൻ എങ്ങനെയുണ്ട്, നിങ്ങളുടെ പപ്പയ്ക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അപ്പൻ എങ്ങനെയുണ്ട്. തുമാരെ പിതാജി കൈസേ ഹേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പന് സുഖമാണോ, അച്ഛന് സുഖമാണോ, ബാപ്പയ്ക്ക് സുഖമാണോ, ഡാഡിക്ക് സുഖമാണോ, പപ്പയ്ക്ക് സുഖമാണോ, അത്ര വിചാരിച്ചാൽ മതി. ഒരുപാട് വലിയൊരു പേജ് നിറച്ച് ആൻസർ പ്രതീക്ഷിച്ചിട്ടല്ല ഈ ചോദ്യം. ഒരൊറ്റ വാക്കിന് ഉത്തരം തരുന്നു. പിതാജി ടീക്കേ ബിൽക്കുൽ ടീക്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സുഖമാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഉൻകി തബിയത്തോ ടീക്കിനെ ഉൻകി തബിയത്തോ ടീക്കിനെ. അപ്പോൾ നല്ല ആത്മാർത്ഥ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് പറയുകയാണ് ഉൻകി തബിയത്തോ ടീക്കിനെ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനാണെങ്കിൽ തീരെ സുഖമില്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിനാണെങ്കിൽ തീരെ സുഖമില്ല. ഉൻകി തബിയത്തോ ഉൻകി തബിയത്ത് തോ ടീക്കിനെ ഉൻക തബിയത്തോ ടീക്കിനെ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനാണെങ്കിൽ ഒരു സുഖവുമില്ല. അടുത്ത വിശേഷം ചോദിക്കുകയാണ്. തുമാരാ ഭായ് കിത്ന സാൽ കാ ഹേ തുമാരാ ഭായ് കിത്ന സാൽ കാ ഹേ. നിങ്ങളുടെ സഹോദരന് എത്ര വയസ്സുണ്ട്. തുമാരാ ഭായ് കിത്ന സാൽ കാ ഹേ. നിങ്ങളുടെ സഹോദരന് എത്ര വയസ്സുണ്ട്. കിത്തന സാൽ അല്ലെങ്കിൽ കിത്തന വർഷ് എന്നൊക്കെ ചോദിക്കും. കിത്തന വർഷ് കാഹേ എത്ര വയസ്സുണ്ട്, കിത്തന സാൽ കാഹേ എത്ര വയസ്സുണ്ട്, അല്ലെങ്കിൽ ആയു കിത്തന ഹേ വയസ്സെത്രയാണെന്ന് അർത്ഥം. ആയു കിത്തന ഹേ വയസ്സെത്ര. മേരാ ഭായ് 16 സാൽ കാഹേ മേരാ ഭായ് 16 സാൽ കാഹേ എൻ്റെ സഹോദരന് 16 വയസ്സുണ്ട്. മേരാ ഭായ് 16 സാൽ കാഹേ എൻ്റെ സഹോദരന് 16 വയസ്സുണ്ട്. സോലഹ് എന്നാണ് നമ്മൾ എഴുതുമ്പോൾ എഴുതുക, വായിക്കുമ്പോഴും സോലഹ് എന്ന് തന്നെയാണ്, പക്ഷെ പറയുമ്പോൾ നമ്മൾ 16 സാൽ കാ ഹേ. മേരാ ഭായ് 16 സാൽ കാ ഹേ എൻ്റെ സഹോദരന് 16 വയസ്സുണ്ട്. ഉസ്കാ നാം ക്യാ ഹേ. ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന. ഉസ്കാ നാം ക്യാ ഹേ അവൻ്റെ പേരെന്താ. ഉസ്കാ നാം ക്യാ ഹേ. കുറച്ച് മുതിർന്ന ആളാണെങ്കിൽ എന്താ ചോദിക്കുക, ഉൻകാ നാം ക്യാ ഹേ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഉൻകി നാം ക്യാ ഹേ ഉൻകി നാം ക്യാ ഹേ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കാം. അല്ല ഉൻക ഉൻകി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, ഉൻകി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണ്, ഉൻക എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഉസ്കാ നാം മണികണ്ഠൻ ഹേ ഉസ്കാ നാം മണികണ്ഠൻ ഹേ അവൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. വഹ് ക്യാ കർത്താ ഹേ വഹ് ക്യാ കർത്താ ഹേ. ഈ വഹ് ക്യാ കർത്താ ഹേ നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ഓ ക്യാ കർത്താ ഹേ ഓ ക്യാ കർത്താ ഹേ എന്നാണ് നമ്മൾ സംസാര ഭാഷയിൽ എന്താണ് ഓ ക്യാ കർത്താ ഹേ അവനെന്താ ചെയ്യുന്നത്. ആ സമയത്ത് ബഹുമാനിക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളാണെങ്കിൽ വേ ക്യാ കർത്താ ഹേ എന്ന് വിളിച്ചു. എന്താണ് വേ ക്യാ കർത്താ വേ 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 അത് ബഹുവചനാണ്. അവർ എന്നുള്ള അർത്ഥം, അദ്ദേഹം അവർ എന്നുള്ള അവ അദ്ദേഹം അവർ എന്നൊക്കെ പറയാൻ എന്താണ് ഉപയോഗിക്കുക, വേ എന്നാണ് ഉപയോഗിക്കുക. അദ്ദേഹം എന്നും അവർ എന്നും പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് വേ. വഹ് എന്ന് പറഞ്ഞാലോ അവൻ അവൾ അത് ആ എന്നർത്ഥം കേട്ടോ. യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഈ എന്ന അർത്ഥം. അപ്പോൾ ബഹുമാന സൂചനയായിട്ട് പറയേണ്ടവരാണെങ്കിൽ എന്ത് പറയും, വേ വേ അല്ലെങ്കിൽ ഉൻകാ നാം മണികണ്ഠൻ ഹേ ഉൻകി നാം സുനിത ഹേ ഉൻകി നാം സുനിത ഹേ അവളുടെ പേര് സുനിത എന്നാണ്. ഉൻകാ നാം മണികണ്ഠൻ ഹേ അവൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഫുൾ ഓപ്ഷനിൽ അമർത്തുക. വാട്സാപ്പ് ക്ലാസ് ചേരുവാൻ വേണ്ടി, പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി 1 മാസം കൊണ്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം. വാട്സാപ്പ് ക്ലാസ് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ക്ലാസ്സിൽ ബന്ധപ്പെടുക. ഹായ്, എൻ്റെ പേര് ജയൻ, എറണാകുളത്താണുള്ളത്, സ്വദേശം പാലക്കാട്. ഹമാര അക്കാദമിയുടെ ഒരു സ്റ്റുഡൻ്റാണ്. തങ്കച്ചൻ സാറുടെ ക്ലാസ്സുകൾ വളരെ സരസമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഗുണകരമായി. ഇന്ന് ഹിന്ദി തീരെ വശമില്ലാത്ത എനിക്ക് വളരെ നന്നായി ഹിന്ദി സംസാരിക്കും സാധിക്കും. മേ സുബഹ് ഉട്ട്കർ ഞാൻ രാവിലെ എഴുന്നേറ്റ് പഹല
ആദ്യം ശരീർ ശുദ്ധി കർക്കെ ശരീരം ശുദ്ധിയാക്കി ईश्वर को इबादत करेगा। मैं सुबह उठकर शरीर शुद्धि बनने के बाद ईश्वर को इबादत करेगा। ഞാൻ രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം ദൈവത്തെ ആരാധിക്കും. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവർ मैं सुबह उठकर शरीर शुद्धि करने के बाद योगा करेगा ഞാൻ രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം യോഗ ചെയ്യും. ഇബാദത്ത് കിയ എന്ന് പറഞ്ഞാലോ, ഇബാദത്ത് കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിച്ചു എന്നാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വർഷിപ്പാണ്. വർഷിപ്പ് ആരാധന. ഇബാദത്ത് കിയ ആരാധിച്ചു, ഇബാദത്ത് കി ആരാധിച്ചു, യോഗ കി യോഗ ചെയ്തു, യോഗ കർദിയ യോഗ ചെയ്തു, യോഗ കറൂങ്ക യോഗ ചെയ്യും, യോഗ കറൂങ്കി യോഗ ചെയ്യും. സ്ത്രീലിംഗം. इसके बाद അതിനുശേഷം ദാത് മാർക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുന്നതിനാണ്. ദാത് മാർക്കർ പല്ല് തേച്ച് ദാത് മൂ ദോക്കി അല്ലെങ്കിൽ ദോക്കർ പല്ല് മുഖവും കഴുകിയിട്ട് ശൗചകർ സ്നാൻ കർണേക്കെ ബാദ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം നമ്മൾ ശരീരശുദ്ധി വരുത്തി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ യോഗ ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താണ്, നമ്മളെ ദിനചര്യകളൊക്കെ ഉണ്ടല്ലേ, പല്ല് തേച്ച് മുഖം കഴുകുന്നത് കൂടാതെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. ശൗചകർദിയ എന്ന് പറഞ്ഞാൽ സണ്ടാസ്കിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ആളുകൾക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല. പക്ഷെ നമുക്കത് ആവശ്യങ്ങൾ നടത്തുകയും വേണം അല്ലേ. നമ്മൾ വീടിൻ്റെ പുറത്താണെങ്കിലും മുജെ സണ്ടാസ് ജാനേക്ക എനിക്ക് കക്കൂസിൽ പോകണം, മുജെ ശൗച് കർണേക്ക എനിക്ക് ശൗചം ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. പല്ല് തേച്ചു മുഖം കഴുകുകയും ശൗചം ചെയ്തു എല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കും അല്ലേ. രസോയി മെ ജാക്കർ അടുക്കളയിൽ പോയിട്ട് നാസ്ത പക്കായക പ്രഭാത ഭക്ഷണം ഉണ്ടാക്കും സ്ത്രീകളാണെങ്കിൽ. പുരുഷന്മാരാണെങ്കിലോ ഈ സമയം അക്ബാർ പടേക ആ സമയത്ത് അവരെന്ത് ചെയ്യും, പത്രം വായിക്കും. നൈത്തോ അല്ലെങ്കിൽ ഓ एक्सरसाइज करने के लिए जाएगा, टहलने जाएगा നടക്കാൻ പോകും. അതിനുശേഷമോ ഭർത്താവ് ഓടിയിട്ട് തിരിച്ചു വരും, നടന്നിട്ട് തിരിച്ചു വരും. ഭാര്യ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നത്, സബ്കു ഖാന ഖിലായേഗ. സ്ത്രീ ഉസ്കി പുരുഷ് और बच्चों को खाना खिलाएगा. ആ സ്ത്രീ അവരുടെ പുരുഷനെയും മക്കൾക്കും ഭക്ഷണം കൊടുക്കും. സബ്ലും കായക അവരെല്ലാം ഭക്ഷണം കഴിക്കും. ഫിർ ക്യാ കരേഗ നാസ്ത ഖിലായേഗ പ്രഭാത ഭക്ഷണം എല്ലാവരെയും കഴിപ്പിക്കും. പതി അവർ ബച്ചോങ്കു നാസ്ത ഖിലായേഗ ഭർത്താവിനെയും മക്കളെയും പ്രഭാത ഭക്ഷണം കഴിപ്പിക്കും. ഭർത്താവാണെങ്കിലോ ആ സമയത്ത് എന്താണ് ചെയ്യുക, ചില ഭർത്താക്കന്മാരൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ വീട്ടുകാരെ സഹായിക്കും അല്ലേ. ഓ പതി सबको मदद करेगा, ये रसोई का काम करने के लिए बच्चे को तैयार करने के लिए पति भी मदद करेगा. ഈ ഭക്ഷണം ഉണ്ടാക്കാനും അപ്പോൾ കുട്ടികളെല്ലാം ഒരുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഭർത്താവും സഹായിക്കും. ചില ഭർത്താക്കന്മാർ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ ഒരുങ്ങും വേഗം. ഓ കപ്പട ബദൽക്കർ ഓഫീസ് जाने के लिए तैयारी करेगा. ഭാര്യ ഭക്ഷണമെല്ലാം വിളമ്പുമ്പോഴേക്കും അദ്ദേഹം ഭർത്താവ് ഡ്രസ്സൊക്കെ മാറി ഓഫീസിൽ പോകാനായിട്ട് തയ്യാറായിട്ട് വരും. ഓർ സ്ത്രീ എന്ത് ചെയ്തു, സബ്കു ഖാന ഖിലായ ബച്ച ഓർ പതിക്കു ഖാന ഖിലായ. സ്ത്രീ മറ്റുള്ള എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കഴിപ്പിച്ചു, എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിപ്പിച്ചു. ഇസ്കെ ബാദ് ഇതെല്ലാം ചെയ്തതിന് ശേഷം മേ ബി കപ്പട ബദൽക്കർ നാസ്ത കർദിയ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയും, അതായത് ഞാൻ എന്ന് പറയുന്നത് സ്ത്രീയാണ്, സ്ത്രീയും തുണിയെല്ലാം മാറി ഭക്ഷണം കഴിച്ചു, പ്രഭാത ഭക്ഷണം കഴിച്ചു. നാസ്ത കിയ എന്ന് പറഞ്ഞാൽ നാസ്ത കർദിയ എന്ന് പറഞ്ഞാലും പ്രഭാത ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം, അല്ലാണ്ട് ഭക്ഷണം കഴിച്ചു എന്നല്ല. നാസ്ത എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണമാണ്. ചിലപ്പോൾ ഈവനിങ് സ്നാക്സ് കഴിക്കുന്നതിന് അങ്ങനെ നാസ്ത എന്ന് പറയാറുണ്ട്. മേ ബി ഞാനും കപ്പട ബദൽക്കർ തുണിയെല്ലാം മാറി എന്നാണ് തയ്യാറായിട്ട് തയ്യാറി കറക്കെ
ഖാന ഖാലിയ, ഖാന ഖാലിയ, ഭക്ഷണം കഴിച്ചു. അല്ലെങ്കിൽ നാസ്ത കരുതിയ, പ്രഭാത ഭക്ഷണം കഴിച്ചു. ഭോജൻ കരുതിയ, ഭക്ഷണം കഴിച്ചു. ഫിർ ദഫ്തർ ചലേ ഗയി, ഫിർ ദഫ്തർ ചലേ ഗയി, അതിന് ശേഷം ഓഫീസിൽ പോയി. മേ ബി ദഫ്തർ ചലേ ഗയി, ഞാനും ഓഫീസിൽ പോയി. ഭർത്താവിനെ അയച്ചു, അവരും ഓഫീസിൽ പോയി. ദോനും ഓഫീസ് ചലേ ഗയി, ബच्चे लोग സ്കൂൾ മേ ഗയി, കുട്ടികൾ സ്കൂളിൽ പോയി, ഭാര്യയും ഭർത്താവും അവർ ഓഫീസിലേക്ക് പോയി. പിന്നെന്താ ഉണ്ടായത്? പിന്നെ ദഫ്തർ കാ കാം ഖതം ഹോനെ കെ ബാദ്, ദഫ്തർ കാ കാം ഖതം ഹോനെ കെ ബാദ്, ഓഫീസിൽ ജോലി കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? ഓഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ സ്കൂളായിരിക്കാം, കോളേജായിരിക്കാം, മറ്റെന്തെങ്കിലും ഓഫീസായിരിക്കാം. അത് സർക്കാരായിരിക്കാം, പ്രൈവറ്റ് ആയിരിക്കാം, അതൊന്നും പ്രശ്നമല്ല. ഓഫീസ് ജാനെ കെ ബാദ്, ഓഫീസ് കാ കാം ഖതം ഹോനെ കെ ബാദ്, ഓഫീസിൽ ജോലി കഴിഞ്ഞതിന് ശേഷം ബാജാർ മേ ജാക്കർ സബ്ജി ഖരീദ് ലിയ, ബാജാർ മേ ജാക്കർ സബ്ജി ഖരീദ് ലിയ, ചന്തയിൽ പോയി പച്ചക്കറികളെല്ലാം മേടിച്ചു. ഖരീദ് ലിയ എന്ന് പറഞ്ഞാലും വില കൊടുത്ത് മേടിക്കുന്നതിനാണ് അങ്ങനെ പറയാം. മോൾ ലേലിയ എന്ന് പറഞ്ഞാലും വിലയ്ക്ക് വാങ്ങുന്നതിനാണ് പറയാം. മോൾ ലേലിയ, സബ്ജി മോൾ ലേലിയ അല്ലെങ്കിൽ ഖരീദ് ലിയ, പച്ചക്കറി മേടിച്ചു. ഫിർ ഘർ മേ ജാക്കർ സ്നാൻ കർ ദിയ, പിന്നെ ബാജാറിലൊക്കെ പോയതല്ലേ, ഓഫീസിലൊക്കെ ജോലി കഴിഞ്ഞ് വന്നാണ്, ക്ഷീണിച്ചാൽ വന്നത്. അപ്പോൾ വന്നപ്പോൾ സ്നാൻ കർ ദിയ, കുളിച്ചു. നായ, നായ എന്നൊക്കെ പറയും. നായ എന്ന് പറയരുത്, നായ, നായാണ്. നഖം എന്ന് പറയും പോലെ അല്ല, ന എന്ന് പറയുന്നത്. നാന എന്ന് പറയും പോലെ നായ എന്ന് പറഞ്ഞാൽ കുളിച്ചു എന്നാണ് അർത്ഥം. നാടൻ ഭാഷയാണത്. നായ. സ്നാൻ കർദിയ, കുളിച്ചു. നായ കുളിച്ചു. അതിനുശേഷം ഇസ്കെ ബാദ്, അതിനുശേഷം രസോയ് മേ ജാക്കർ ബ്യാരി ബനായ, രസോയ് മേ ജാക്കർ ബ്യാരി ബനായ, അതിനുശേഷം അടുക്കളയിൽ പോയി അത്താഴം തയ്യാറാക്കി. ബ്യാരി തയ്യാർ കിയ എന്നും പറയാം. ബ്യാരി എന്ന് പറഞ്ഞാൽ അത്താഴമാണ്. സപ്പർ, സപ്പർ അത്താഴം, ബ്യാരി. ഫിർ ബച്ചോങ്കു പടായ, ഫിർ ബച്ചോങ്കു പടായ, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാണ്, കുട്ടികൾക്ക് ഹോംവർക്ക് ഉണ്ടാവും, അതിന് സഹായിച്ചു അമ്മ, കുട്ടികളെ പഠിപ്പിച്ചു. ഫിർ ബച്ചോങ്കു പടായ അല്ലെങ്കിൽ സിഖായ, കുട്ടികളെ പഠിപ്പിച്ചു. പഠായി, സിഖായി എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീലിംഗമായിട്ട് വരും. അവർ ഖാന ഖിലായ സബ്കോ, പിന്നെന്താക്കി? സബ്കു ഖാന ഖിലായ, ഭോജൻ ഖിലായ, എല്ലാവരും ഭക്ഷണം കഴിപ്പിച്ചു. ആരൊക്കെയാണ് അവിടെ? കുട്ടികളും ഭർത്താവും പിന്നെ അച്ഛനമ്മയുണ്ടെങ്കിൽ അവരും ഉണ്ടാവും അല്ലേ. സബ്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമാണ്. സബ്കോ ഖാന ഖിലായ, എല്ലാവരെയും ഭക്ഷണം കഴിപ്പിച്ചു. സബ്കോ ബ്യാരി ദിയ, എല്ലാവർക്കും അത്താഴം കൊടുത്തു. സബ്കോ ബ്യാരി ദിയ, എല്ലാവർക്കും അത്താഴം കൊടുത്തു. ഫിർ ബച്ചോങ്കു സുലായ, ഫിർ ബച്ചോങ്കു സുലായ, സുലായ എന്ന് പറഞ്ഞാൽ ഉറക്കി എന്നാണ് അർത്ഥം. ബച്ചോങ്കോ കുട്ടികളെ, സുലായ ഉറക്കി. സുലാവൂങ്ക ഉറക്കും, സുലായി ഉറക്കി, സുലായേക ഉറക്കാം, സുലാവൂങ്കി ഉറക്കും. ചെറിയ വാർത്തല്ലേ, ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസൻറ്റ് ടെൻസ് എല്ലാം ഉണ്ട് അതിനകത്ത്. സുലായേക, സുലായെങ്കി, സുലാവൂങ്കി, സുലായ. സുലാനേക്ക എന്ന് പറഞ്ഞാലോ, ബച്ചക്ക് സുലാനേക്കായ, കുട്ടികളെ ഉറക്കണം. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഭർത്താവ് വിളിച്ചെന്നിരിക്കുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ചെന്നിരിക്കുക. മുझे ബച്ചോങ്കു സുലാനേക്കായ, എനിക്ക് കുട്ടികളെ ഉറക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞിട്ട് മറന്നു പോകും കേട്ടോ. ഇപ്പോൾ സബ്സ്ക്രൈബ്. അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഫുൾ ഓപ്ഷനിലൊന്ന് അമർത്തുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒറ്റ മാസം കൊണ്ട് നമുക്ക് ഹിന്ദി പഠിക്കാം. ഏത് പ്രൊഫഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, എത്ര അറിയാത്തവർക്കും അറിയുന്നവർക്കും ഒറ്റ മാസം കൊണ്ട് ഈസി ആയിട്ട് നമുക്കത് നല്ല ഫ്ലുവൻ്റായിട്ട് ഹിന്ദി പഠിക്കാനായിട്ട് സാധിക്കും. എൻ്റെ പേര് നിജിത. ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി. അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി. അതിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. എനിക്ക് ഈ 2 മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത്. അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല. നല്ല സന്തോഷമുണ്ട്. എനിക്ക് വിചാരിച്ചതിന് അപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പശു എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂഷനാണ്. പശു എന്ന് പറഞ്ഞാൽ
നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും എന്താണ്? പാല് കറക്കുന്ന നമ്മൾ വളർത്തുന്ന പശു എന്നാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷെ അതല്ല പശു. പിന്നെ ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പശു, പാൽത്തു ജാൻവർ, ജംഗലി ജാൻവർ, അങ്ങനെയാണെങ്കിൽ പക്ഷികളൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടും? ജാൻവർ എന്ന് പറഞ്ഞപ്പോൾ ജംഗലി ജാൻവർ വന്നു, പാൽത്തു ജാൻവർ വന്നു, പശു വന്നു. പക്ഷെ പശുവല്ല. അങ്ങനെയെങ്കിൽ പശു അല്ല പക്ഷി എല്ലാം ഏത് ഇനത്തിൽ വരും? വളരെ സിമ്പിളായിട്ട്, യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ, ഒരു പ്രയാസമില്ലാതെ, കൺഫ്യൂഷനില്ലാതെ നമ്മൾ ഈസി ആയിട്ട് വളരെ പഠിക്കാൻ പോവുകയാണ്. പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് ഹിന്ദിയിൽ വാക്കിൻ്റെ അർത്ഥം. പശു എന്ന് മലയാളത്തിൽ പറഞ്ഞാലും അത് ഹിന്ദിക്കാർ കേൾക്കുമ്പോൾ അവർ വിചാരിക്കാം മൃഗം എന്നാണ്. അപ്പോൾ പശു എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർ എന്താണ് ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം? മൃഗം എന്നാണ്. മൃഗത്തിൻ്റെ ഇതിൽ ഡെഫിനേഷനിൽ എന്തൊക്കെയാണ് വരിക? മൃഗം എന്ന നിർവചനത്തിൽ എന്തൊക്കെയാണ് വരിക? മൃഗം എന്ന നിർവചനത്തിൽ വരുന്നത് രസകരമായ ഒരു കാര്യമാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ 4 കാലിന്മേൽ ആ മൃഗത്തിൻ്റെ ഭാരം മുഴുവനും വരുന്നുണ്ടെങ്കിൽ അതാണ് മൃഗം. 4 കാലിന്മേൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ ഭാരം, ശരീരത്തിൻ്റെ ഭാരം മുഴുവനും ഈ 4 കാലിന്മേൽ വന്നാൽ അതാണ് മൃഗം. അപ്പോൾ നമുക്ക് സംശയം വരും, മത്തായി ചേട്ടൻ ചിലപ്പോഴൊക്കെ 4 കാലും എങ്ങനെ പോകുന്നത് കാണാമല്ലോ, അപ്പോൾ മത്തായി ചേട്ടൻ മൃഗമാണോ എന്നൊരു സംശയം വരും. അങ്ങനത്തെ മൃഗമല്ല. ചിലപ്പോൾ മാത്രം 4 കാലിന്മേൽ ഭാരം വരുന്ന മൃഗമല്ല മൃഗം. സദാസമയവും 4 കാലിന്മേൽ നിൽക്കുമ്പോൾ എല്ലാം 4 കാലിന്മേൽ ഭാരം വരുന്ന ജീവിയാണ് മൃഗം എന്ന് നിർവചനം. പശു എന്ന് പറഞ്ഞാൽ മൃഗമാണെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ പശുവിന് ഹിന്ദിയിൽ എന്താ പറയുക? ഗായ് എന്നാ പറയുക. ഗായ്. അപ്പോൾ ഗായ് എന്ന് പറഞ്ഞാൽ മൃഗവുമാണ്, അതേ സമയത്ത് തന്നെ അത് പശുവാണ്. ഗായ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ അത് മൃഗമാണ്, പശുവാണ്. ഗായ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ അത് പശുവാണ്. നമ്മുടെ പശുവാണെന്ന് പറഞ്ഞാൽ മൃഗമാണ്, പശുവാണെന്ന് പറഞ്ഞാൽ ഗായ് അഥവാ പശുവാണ്. നല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോർ എന്ന് ഹിന്ദിയിൽ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷിൽ ഡോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാതിലാണ്. വാതിൽ ഇംഗ്ലീഷിൽ ഡോർ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഇംഗ്ലീഷ് അല്ല പഠിക്കുന്നത്, ഹിന്ദിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹിന്ദിയിലുള്ള അർത്ഥമാണ് നമ്മളിവിടെ പറയുക. ഡോർ എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം കാറ്റിൽ എന്നാണ്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷനിൽ എന്തൊക്കെ വരും? ഡെഫിനേഷനിൽ അത് കാറ്റിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 വർഗ്ഗങ്ങളാണ് അതിനകത്ത് വരിക. ഏതൊക്കെയാണ്? പശു, എരുമ, കാള, പോത്ത്. പശു, എരുമ, കാള, പോത്ത്, ഇവയാണ് കാലികൾ എന്ന കൂട്ടത്തിൽ നിർവചനത്തിൽ വരുന്നത്. അതിന് ഹിന്ദിയിൽ പറയുന്ന പേരെന്താണ്? ഡോർ. ഡോറോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലികൾ. ഡോറോം കാലികൾ. ഡോറോം കാലികൾ. സ്പെല്ലിങ്ങും കൂടി നോക്കണേ. സ്പെല്ലിങ് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സ്പെല്ലിങ് നോക്കണം. ഡോറോം എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് വന്നാൽ അതിൻ്റെ അർത്ഥം കാലികൾ എന്നാണ്. കാലികളുടെ കൂട്ടത്തിൽ ഏതൊക്കെ വരിക? എരുമ, പശു, കാള, പോത്ത്. മനസ്സിലായി കാണുമല്ലോ. ഇനി സംശയമൊന്നുമില്ലല്ലോ ആ കാര്യത്തിൽ. എന്നാൽ വീടുകളിൽ വളർത്തുന്ന എല്ലാത്തരം മൃഗങ്ങളെയും പക്ഷികളെയും കൂടെ ഉൾപ്പെടുത്തി പറയുന്ന പേരാണ് പാൽത്തു ജാൻവർ. വീട്ടിൽ വളർത്തുന്ന എല്ലാം എന്തൊക്കെയുണ്ട്? നമ്മൾ കുയിലിനെ വളർത്തും, ചിലപ്പോൾ ചിലർ മയിലിനെ വളർത്തും, കോഴി വളർത്തും, താറാവ് വളർത്തും. അങ്ങനെ വീട്ടിൽ ഒരുപാട് തരം പക്ഷി നമ്മൾ വളർത്തും. അതിൻ്റെ കൂടെ പട്ടി, പൂച്ച, പശു, ആട്, കോഴി, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ വളർത്തുന്ന എല്ലാത്തരുടെ കൂട്ടി പറയുന്ന പേരാണ് പാൽത്തു ജാൻവർ. അപ്പോൾ പക്ഷികളൊക്കെ ജാൻവറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷികൾ ജാൻവറല്ല. പക്ഷേ പാൽത്തു ജാൻവർ എന്ന പരിധിയിൽ വരുമ്പോൾ ആ ഇതിലാണ് വരിക. പക്ഷിയോം എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. പക്ഷിയോ, പക്ഷിയോം എന്ന് പറഞ്ഞാൽ ബഹുവചനം. പക്ഷി എന്നും ഒക്കെ പറയുന്നത് പക്ഷികൾക്കാണ്. എന്നാൽ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പക്ഷി മൃഗാദികൾ എല്ലാം ഉണ്ട്. നമ്മൾ വളർത്തുന്ന പക്ഷി മൃഗാദികളെല്ലാം, അതാണ് പാൽത്തു ജാൻവർ. പക്ഷെ നമ്മൾ മലയാളത്തിൽ പക്ഷി മൃഗാദികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സകലതും പെട്ടു. ഭൂലോകത്തിലുള്ള സകല പക്ഷി മൃഗങ്ങളും എല്ലാം പെട്ടു. പക്ഷേ അത് ഈ ഹിന്ദിയുടെ പാൽത്തു ജാൻവർ എന്ന് പറയുമ്പോൾ വളർത്തുന്ന മൃഗങ്ങൾ എന്നുള്ള, വളർത്തുന്ന മൃഗങ്ങളിൽ ഉള്ള പക്ഷി മൃഗാദികളെല്ലാം അതിനകത്ത് ഉൾപ്പെടുക കേട്ടോ. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡൊമസ്റ്റിക് ആനിമൽസ്.
അതാണ് വീട്ടിൽ വളർത്തുന്ന പക്ഷി മൃഗാദികൾ എന്ന് പറയുന്ന പരിധിയിൽ വരിക. ഡൊമസ്റ്റിക് ആനിമൽസ്, വീട്ടിൽ വളർത്തുന്നവ. എന്നാൽ വേറെ ഉണ്ട്, വൈൽഡ് ആനിമൽസ് ഉണ്ട്. വൈൽഡ് ആനിമൽസ് അതിന് ഹിന്ദിയിൽ പറയുന്നത് ജംഗലി ജാൻവർ എന്നാണ്. ജംഗലി ജാൻവർ. ഈ ജംഗലി ജാൻവറിൻ്റെ കൂട്ടത്തിൽ കാട്ടിലുള്ള സകലവിധ മെരുങ്ങാത്ത സൈസ് മൃഗങ്ങളും മെരുങ്ങുന്ന സൈസ് മൃഗങ്ങളും പക്ഷികളും എല്ലാം ജംഗലി ജാൻവറിൻ്റെ കൂട്ടത്തിലാണ്. എന്നാൽ പക്ഷി എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പക്ഷിയാം അല്ലെങ്കിൽ പക്ഷിയോം എന്നാണ് പറയുന്നതെങ്കിൽ പക്ഷികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജംഗലി ജാൻവർ എന്ന് പറയുന്ന കൂട്ടത്തിൽ എല്ലാം വരും. കാട്ടിലുള്ള സകല പക്ഷികൾ, ഇണങ്ങുന്നതും ഇണങ്ങാത്തതുമായ എല്ലാ ജന്തുക്കളും ജീവികളും വരുന്നതാണ് ജംഗലി ജാൻവർ. അതായത് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസ്, കാട്ടുമൃഗങ്ങൾ, വൈൽഡ് ബീസ്. ഇത് വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിമൃഗാദികൾ, കാട്ടിലെ എല്ലാ പക്ഷിമൃഗാദികളും അതിനകത്ത് ഉൾപ്പെടും. എന്നാൽ പശു എന്ന് പറഞ്ഞാലോ, പശുവിന് എന്താ ഹിന്ദിയിൽ പറയാമെന്ന് വെച്ചാൽ ഗായ്. നമ്മൾ നേരത്തെ പറഞ്ഞു പശുവിന് ഗായ് എന്നാണ് പറയുക. കാളയ്ക്ക് ബൈൽ എന്ന് പറയും. കാളയ്ക്ക് ബൈൽ. പശു ഇതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഗായ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കൗ എന്ന പേരിലാണ് അറിയപ്പെടുക. അതേ സമയത്ത് കാളയ്ക്ക് ബുൾ എന്നാണ് പറയുക. അതിന് ബൈൽ എന്നാണ് ഹിന്ദിയിൽ പറയുക. കാള എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ അമർത്തിയാൽ ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരും. നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് ഒറ്റ മാസം കൊണ്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം. എൻ്റെ പേര് NS പിള്ള എന്നാണ്. ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി. അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ്. വീട്ടമ്മമാർ, സാധാരണ ജോലിക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ. പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം. വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ചില ശൈലികളുണ്ട്, ചോദ്യം ചോദിക്കുന്ന ശൈലികൾ. WH ക്വസ്റ്റ്യൻസ് എന്ന് അതിന് പറയാം. വെൻ, വാട്ട്, വൈ എന്നിങ്ങനെ തുടങ്ങുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതെൻ്റെ മാതൃക പിൻപറ്റി ഹിന്ദിയിൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെയധികം സഹായകമാണ്. ചോദ്യം ചോദിക്കാനായിട്ട് വാക്ക് കിട്ടാതെ നമ്മൾ വിഷമിച്ചിട്ടില്ലേ, പലരോടും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് നമ്മൾ ആ പ്രശ്നം ഇന്ന് പരിഹരിക്കാൻ പോവുകയാണ്. WH ക്വസ്റ്റ്യൻ്റെ മാതൃകയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഹിന്ദിയിലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഹിന്ദി പഠിക്കുകയാണ്. അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിക്കുകയാണ് പെട്ടെന്ന്, വെറും 10 മിനിറ്റ് കൊണ്ട്. വാട്ട് എന്ന ഇംഗ്ലീഷ് പദത്തിന് തക്കതായ ഒരു വാക്കാണ് ഹിന്ദിയിൽ ക്യാ എന്നാണ്. വാട്ട് എന്നതിന് ഹിന്ദിയിൽ ചോദിക്കുന്ന മറ്റൊരു വാക്ക്, അതിൻ്റെ അർത്ഥമുള്ള വാക്ക് ക്യാ. വാട്ട് ഹാപ്പൻ നമ്മളെല്ലാവരും ചോദിക്കുന്നില്ല. ഏത് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്കും ഏത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വാട്ട് ഹാപ്പൻ. വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്. ഇത് ഹിന്ദിയിൽ എങ്ങനെയാണ് നമ്മൾ ചോദിക്കാം? ക്യാ ഹുവാ, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ക്യാ ഹോ ഗയാ, ക്യാ ഹുവ അല്ലെങ്കിൽ ക്യാ ഹോ ഗയാ. വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു. വളരെ സിമ്പിളല്ലേ? ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 ചോദ്യവും അതിൻ്റെ ആൻസറും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ പഠിച്ചു കഴിയുമ്പോഴല്ലോ ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആവാനായിട്ട് സാധിക്കും. വൈ എന്ന വാക്കിന് നമ്മൾ കേട്ടിട്ടില്ലേ, വൈ എന്നാൽ എന്തിന് എന്നാണ് അർത്ഥം. വൈ എന്തിന്. അതിന് ഹിന്ദിയിൽ എങ്ങനെ നമ്മൾ ചോദിക്കുക? വൈ എന്നുള്ളൊരു ഹിന്ദിയിൽ അതിന് തുല്യമായ വാക്ക് ഏതാണ്? എന്തിന്. ക്യോം ചോദ്യം ചോദിക്കുന്നതാണ്. ക്യോം എന്തിന്, വൈ എന്തിന്. ക്യോം ജാനാ ഹേ എന്തിനു പോകണം. ക്യോം ജാനാ ഹേ എന്തിനു പോകണം. തും ക്യോം ജാനാ ഹേ നിങ്ങളെന്തിനു പോകണം. അല്ലെങ്കിൽ ആപ് ക്യോം ജാനാ ഹേ നിങ്ങളെന്തിനു പോകണം, അങ്ങെന്തിനു പോകണം. വെൻ എന്ന വാക്ക് നമുക്കറിയാലേ, വെൻ എപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആപ് കബ് ആയേ
ആപ് കബ് ആയ നമുക്ക് വേണമെങ്കിൽ വേറെ തരത്തിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ലോക്കലായിട്ട് കൊളോക്കലായിട്ട് നമുക്ക് ചോദിക്കാം. തും കബ് ആയ, തും കബ് ആയി, അല്ലെങ്കിൽ തും കബ് ആയ. തും കബ് ആയി എന്ന് ചോദിച്ചാൽ സ്ത്രീലിംഗാണ്, അല്ലെങ്കിൽ തും കബ് ആയ എന്ന് ചോദിച്ചാൽ പുല്ലിംഗാണ്. അപ്പോൾ തൂ കബ് ആയരേ, നീ എപ്പോഴാണ് വന്നേ? തൂ കബ് ആയരേ, നീ എപ്പോഴാണ് വന്നേ? തൂ കബ് ആയി, തൂ കബ് ആയി, നീ എപ്പോഴാണ് വന്നേ? ഇങ്ങനെ നമുക്ക് ചോദിക്കാം. പക്ഷേ അത് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ചോദിക്കാം. ആപ് കബ് ആയേ, ആപ് കബ് ആയേ ഹേ, ആപ് കബ് ആയേ ഹേ. അങ്ങ് എപ്പോഴാണ് എത്തിയത്? നമ്മൾ പലരോടും ചോദിക്കണ്ടല്ലോ ഹൂ ആർ യു. ഹിന്ദിയിൽ എങ്ങനെ നമ്മളത് പറയാം? ഹൂ എന്ന വാക്കിന് കോൻ എന്നാണ് ഹിന്ദിയിൽ ചോദിക്കുക. കോൻ. ആപ് കോൻ ഹേ, ആപ് കോൻ ഹേ, അങ്ങ് ആരാകുന്നു? ആപ് കോൻ ഹേ, അങ്ങ് ആരാകുന്നു? ഞെട്ടിക്കുന്ന തരത്തിൽ നമുക്ക് ചോദിക്കാം. തൂ കോൻ രേ, തൂ കോൻ രേ, നീ ആരാ? തൂ കോൻ രേ, നീ ആരടാ? തൂ കോൻ രേ, നീ ആരടാ? ഇനി നമുക്ക് കുറച്ചും കൂടി ഇച്ചിരി മര്യാദയോടെ ചോദിക്കുകയാണെങ്കിൽ തും കോൻ ഹോ, തും കോൻ ഹോ. അത് ഇൻഫോർമലാണ് കേട്ടോ, ഫോർമലല്ല. ഫോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞാൽ, നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ ആപ് കോൻ ഹേം, ആപ് കോൻ ഹേ, ആപ് കോൻ ഹേ, അങ്ങ് ആരാകുന്നു. അതാണ് നല്ലത്. എപ്പോഴും എല്ലാവരോടും, ചെറിയ കുട്ടികളോട് പോലും അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരെ ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ളൊരു ബോധം നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ എഴുതിയിടും. അത് ജീവിതകാലത്ത് എപ്പോഴും നിങ്ങൾക്കൊരു വലിയ സമ്പാദ്യമായിട്ടിരിക്കും. അപ്പോൾ എടി പോടി, എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് ഒരു നമ്മൾ നാടൻ ഒരു ശൈലിയാണെങ്കിലും ആളുകൾക്ക് ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബഹുമാനം കിട്ടും. അപ്പോൾ നമ്മൾ അതേപോലെ സംസാരിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഹൂ എന്ന് പറഞ്ഞാൽ കോൻ. തും കോൻ ഹോ, നിങ്ങൾ ആരാകുന്നു? ആപ് കോൻ ഹേ, ആപ് കോൻ ഹേ, അങ്ങ് ആരാകുന്നു? തൂ കോൻ രേ, നീ ആരടാ? തൂ കോൻ രേ, നീ ആരടി? ഹൂസ്. ഹൂസ് ഉടമസ്ഥത കാണിക്കുന്നതാണ്. സാമിത്ത, ഹിന്ദിയിൽ അതിന് പറയാം സാമിത്ത എന്ന് പറയാം. എന്താ ഉടമസ്ഥത? ഹൂസ്, ആരുടെ അത്? അച്ഛൻ്റെ ആണോ, അമ്മയുടെ ആണോ, മകൻ്റെ ആണോ, കൂട്ടുകാരൻ്റെ ആണോ, കൂട്ടുകാരിയുടെ ആണോ, ഭാര്യയുടെ ആണോ, ഭർത്താവിൻ്റെ ആണോ? അത് ഉടമസ്ഥത കാണിക്കുന്നത് എൻ്റെ ആണോ, നിൻ്റെ ആണോ? ഹൂസ്, ആരുടെ, ആരുടെ. അതിന് പകരം ഉപയോഗിക്കുന്ന, ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കിസ്ക. കിസ്ക, ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഏ കിസ്ക, ഇത് ആരുടെയാണ്? ഏ കിസ്ക ഹേ, ഇത് ആരുടേതാണ്? ഹൗ എന്ന വാക്ക് എങ്ങനെ എന്നാണ് മലയാള അർത്ഥം. ഹിന്ദിയിൽ അതിന് കൈസ എന്നാണ് പറയുക. ഹൗ ആർ യു, ഹൗ ആർ യു. അപ്പോൾ നമ്മൾ സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കാം? അപ്പ് കൈസേ, ഐസ കൈസേ, ഐസ കൈസേ, അതെങ്ങനെ ശരിയാവും? ഐസ കൈസ ഹോഗാ, അതെങ്ങനെ ശരിയാവും? ഐസ കൈസേ ഹോഗാ. അപ്പോൾ എങ്ങനെ, കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കാൻ ഐസ കൈസ ഹോഗാ, അതെങ്ങനെ അങ്ങനെ സംഭവിക്കും, അതെങ്ങനെ അങ്ങനെ പറ്റും, അതെങ്ങനെ അങ്ങനെ പറ്റും, അതെങ്ങനെ അങ്ങനെ പറ്റും, ഐസ കൈസേ ഹോഗാ, ഐസ കൈസേ ഹോഗാ, അതെങ്ങനെ അങ്ങനെ പറ്റും, അതെങ്ങനെ അങ്ങനെ പറ്റും, അതെങ്ങനെ അങ്ങനെ പറ്റും, ഐസ കൈസേ ഹോഗാ, ഐസ കൈസേ ഹോഗാ, ഐസ കൈസേ ഹോഗാ. കൈസേ, ഹൗ, എങ്ങനെ. വേർ ആർ യു, വേർ ആർ യു, അങ്ങ് എവിടെയാണ്? വേർ ആർ യു, അങ്ങ് എവിടെയാണ്, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ വേർ എന്ന് പറയുന്ന വാക്ക് എവിടെ എന്നുള്ള അർത്ഥത്തിലാണ്, സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്, സ്ഥലകാല പരിമിതികളെ സൂചിപ്പിക്കുന്നതാണ്. ദുബായിലാണോ, കുവൈറ്റിലാണോ, ബഹ്റൈനിലാണോ, യു എസിലാണോ, കാനഡയിലാണോ, ഓസ്ട്രേലിയയിലാണോ, സിംഗപ്പൂറാണോ? വേർ ആർ യു, വേർ ആർ യു, അങ്ങ് എവിടെയാവുന്നു? അപ്പോൾ വേർ എന്നുള്ള വാക്കിന് പകരം ഹിന്ദിയിൽ എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത്? എവിടെ എന്ന് പറയാൻ കിതർ എന്ന് പറയാറുണ്ട് സാധാരണ. കിതർ, കഹാം എന്നാണ് നമ്മൾ സാധാരണ, നല്ലതായിട്ട് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ആപ് കഹാം ഹേ, ആപ് കഹാം ഹേ, അങ്ങ് എവിടെയാകുന്നു? ആപ് കഹാം ഹേ, അങ്ങ് എവിടെയാകുന്നു? തൂ കിതറേ രേ, നീ എവിടെടാ? തൂ കിതർ രേ, നീ എവിടെടാ? ആപ് കഹാം ഹേ, ആപ് കഹാം ഹേ, അങ്ങ് എവിടെയാന്ന്? തൂ കിതറേ രേ, നീ എവിടെടാ? കിതർ ഹോ, നിങ്ങൾ എവിടെയാണ്? തും കിതറോ, തും കിതറോ, നിങ്ങൾ എവിടെയാണ്? ഇങ്ങനെയൊക്കെ നമുക്ക് മാറി മാറി ചോദിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്? വേർ എന്നുള്ളതിന് എന്താണ് നമ്മൾ പറയുക? കഹാം അല്ലെങ്കിൽ കിതർ എന്നൊക്കെയാണ് പകരം ഉപയോഗിക്കുക. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തോണ്ട് സഹായിക്കില്ലേ? അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറന്നു പോകും കേട്ടോ. ആ ബെൽ ബട്ടൺ ഫുൾ ഓപ്ഷനിൽ അവർത്തോടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല കേട്ടോ, ഒന്നും നഷ്ടപ്പെടാനില്ല. വാട്സാപ്പ് ക്ലാസ് ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കും, നല്ല. പിന്നെ ഡു യു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലുണ്ട്. ഡു യു നോ, ഡു യു നോ മീ, ഡു യു റിമെമ്പർ മീ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെന്താ ഹിന്ദിയിൽ പറയുക?
അതിന് പകരമായിട്ട് കൃത്യമായ ഹിന്ദിയിൽ അങ്ങനെ ചോദ്യമില്ല. അതിന് പകരം വെക്കുന്നത് എന്താണ്? ക്യാ തും അല്ലെങ്കിൽ തും ക്യാ. ക്യാ തും ജാനത്തെ ഹോ, ക്യാ തും യാദ് ഹൈ, ക്യാ തും യാദ് ഹൈ, ക്യാ തും ജാനത്തെ ഹോ, തും ജാനത്തെ ഹോ മുझे. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുക കേട്ടോ. അങ്ങനെ ഈ ഡു യു ക്വസ്റ്റിന് പകരം അല്ലെങ്കിൽ ആർ യു ക്വസ്റ്റിന് പകരമായിട്ട്, ആർ യു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു പാടുണ്ട്, അതുപോലെ ഡു യു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഒരു പാടുണ്ട്. അതിനൊക്കെ പകരമായിട്ട് ക്യാ തും എന്നാണ് ചേർക്കുക, അല്ലെങ്കിൽ തും ക്യാ എന്നൊക്കെയാണ് ചേർക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങളും ഏതൊരു പ്രസ്താവനയുടെ മുമ്പിൽ ക്യാ തും അല്ലെങ്കിൽ തും ക്യാ എന്ന് ചേർത്ത് നിങ്ങൾക്ക് അതിനെ ക്വസ്റ്റ്യൻ ആക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്യാ തും സവാൽ ഉഠാത്തേ ഹോ, ക്യാ തും സവാൽ ഉഠാത്തേ ഹോ. നിങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുകയാണോ? ക്യാ തും സവാൽ ഉഠാത്തേ ഹോ, ക്യാ തും. ആ ഡു യു ചോദിക്കുന്നതിന് പറയണേ ക്യാ തും. അപ്പോൾ ഈ ക്യാ തുംന്നോ അല്ലെങ്കിൽ തും ക്യാ എന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ക്യാ തും സവാൽ പൂछ്തേ ഹോ, ക്യാ തും സവാൽ പൂछ്തേ ഹോ. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ? ഇതേപോലെയുള്ള വളരെ എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന്, വളരെ ലളിതമായി, സിമ്പിളായിട്ട്, നല്ല പുഷ്പം പോലെ ഞാൻ ഹിന്ദി പഠിപ്പിച്ചു തരാം. വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരൂ. നിങ്ങൾ അഡ്വക്കേറ്റ് സുധീഷ് ഇവിടെ ഇവിടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് 1 മാസമായി. എനിക്ക് ഈ അഡ്വക്കേറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഞ്ചേരിയിൽ. അപ്പോൾ എനിക്ക് കുറേ ഹിന്ദിക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതിപ്പോൾ 1 മാസമായി. കഴിഞ്ഞ മാസം 10-ാം തീയതിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാനുവരി 10. ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക. അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതി ഒന്നും എനിക്ക് അറിയുന്നില്ല, ഫോർമാറ്റൊന്നും. അപ്പോൾ അത് ആ ഫോർമാറ്റ് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേർഡ് മീനിങ്സ് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു വേർഡ് മീനിങ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട്. ഇതിൽ വളരെയധികം താങ്ക്ഫുള്ളാണ് സാറോട്. ഞാനും സാറിനെ യാദൃശ്യമായിട്ട് കണ്ടതാണ്. വളരെയധികം സന്തോഷം. അവൻ വന്നു, അവൾ വന്നു, അവൾ വന്നു, അവൻ വന്നു. അവൻ വന്നു എന്ന് പറയുന്ന പോലെയല്ല അവൾ വന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൻ വന്നോ എന്ന് ചോദിക്കുന്ന പോലെയല്ല അവൾ വന്നോ എന്ന് ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തോടെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ, ഫുൾ ഓപ്ഷനിൽ അമർത്തുവാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടാൻ കാരണമാകും. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരു ഛേദമില്ലാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, സാമ്പത്തികമായിട്ട് ഒരു നഷ്ടമില്ല, നിങ്ങളുടെ ഡാറ്റ പോകത്തില്ല. നിങ്ങൾ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. എന്നാൽ ആയി എന്ന് പറഞ്ഞാലും വന്നു എന്നാണ്. അതാ എങ്ങനെയാണ് പറയുക? അപ്പോൾ നമ്മൾ വിളിക്കുകയാണ്, ഒരാൾ എന്നെ വിളിക്കുകയാണ്, തങ്കച്ച എന്ന് ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഹിന്ദിയിൽ എങ്ങനെ വിളിക്കും? തങ്കച്ചൻ ഇതറാവോ, അല്ലെങ്കിൽ തങ്കച്ചൻ ഇതറായേ, തങ്കച്ചൻ ഇതർ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റും. എങ്ങനെ? തങ്കച്ചൻ ഇതറായേ, അത് ബഹുമാനത്തോടെ വിളിക്കുകയാണ്. തങ്കച്ചൻ ഇതറായേ, തങ്കച്ചൻ ഇവിടെ വരൂ. അത് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് പറയുന്നത് തങ്കച്ചൻ ഇവിടെ വന്നാലും. ആപ് യഹാം ആയിയേ, അങ്ങ് ഇവിടെ വന്നാലും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ താങ്കൾ ഇവിടെ വന്നാലും. എന്നാൽ തങ്കച്ചൻ ഇതറാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൊളോക്കിയലാണ്. അത് റെസ്പെക്റ്റ്ഫുൾ അല്ല, അത് കൊളോക്കിയൽ ലാംഗ്വേജാണ്, ഇൻഫോർമൽ ലാംഗ്വേജാണ്. തങ്കച്ചൻ ഇതറ, തങ്കച്ചനോട് വാ, ഒരു ആജ്ഞ പോലെയാണ് പറയുന്നത്. തൂ ഇതറ, നീ ഇവിടെ വാ. ആപ്പ് ഇതറായി, അങ്ങ് ഇവിടെ വന്നാലും. തും ഇതറാവോ, നിങ്ങൾ ഇവിടെ വന്നാലും. ഈ തുമ്മും തൂവും ഒന്നും ഫോർമൽ ലാംഗ്വേജ് അല്ല, അത് ഇൻഫോർമൽ ലാംഗ്വേജാണ്, കൊളോക്കിയൽ ലാംഗ്വേജാണ്. റെസ്പെക്റ്റ്ഫുൾ അല്ല അതൊന്നും കേട്ടോ. റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആപ് യഹാം ആയിയേ, അതാണ് റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള വാക്ക്. അപ്പോൾ വിളിക്കുമ്പോൾ എന്നെ വിളിക്കണം, തങ്കച്ചൻ സാർ ഇതറായിയേ, തങ്കച്ചൻ സാർ ഇതറായിയേ, തങ്കച്ചൻ സാർ ഇങ്ങോട്ടൊന്ന് വരൂ. അപ്പോൾ ഞാൻ പറയണേ മേ ആയാഹും അല്ലെങ്കിൽ മേ ആയേ, ഞാൻ വന്നു. നമ്മളങ്ങനെ പറയില്ലേ, ഇതാ വന്നു എന്ന് പറയില്ലേ. മേ ആയ അല്ലെങ്കിൽ മേ ആയാഹും എന്ന് പറഞ്ഞാൽ പൂർത്തിയായി. മേ ആയ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു പെണ്ണാണെങ്കിലോ, ഒരു സ്ത്രീയെയാണ് വിളിക്കുന്നതെങ്കിൽ ആ സ്ത്രീ എന്ത് മറുപടി വരും? മേ ആയിയും അല്ലെങ്കിൽ മേ ആയി അല്ലെങ്കിൽ അതല്ലെങ്കിൽ മേ ആയിഹും, പോയി എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറയും പോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാവും. എന്താ പറയുക, നമ്മളിപ്പോൾ മലയാളത്തിൽ എന്താണ് പോയി എന്ന് പറയാൻ പോയി എന്നല്ലേ പറയാം. പിന്നെ വേറൊരു ഭാഷയെ പറയാൻ നേരത്തെ നമ്മൾ വേറെ തരത്തിൽ പറയേണ്ട ആവശ്യമില്ല, അത് തന്നെ പറഞ്ഞാൽ പോരെ. ഗയാ
പോയി. പക്ഷെ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഹിന്ദിയാണ് പറയുന്നതെങ്കിൽ ഹിന്ദിയിലാവുമ്പോൾ ലേഡീസിന് വേണ്ടി പ്രത്യേക ഒരു വാക്കുണ്ട്. ഗയ എന്നുള്ളിടത്ത് ലേഡീസ് പറയുമ്പോൾ ഗെയ് എന്ന് പറയും. ഗെയ്, ഓ ഗെയ് എന്ന് പറഞ്ഞാൽ അവൾ പോയി എന്നാണ്. ഓ ഗെയ്, അവൾ പോയി. എന്നാൽ അവൻ പോയി എങ്ങനെ പറയാം? ഓ ഗയ, ഓ ഗയ. അപ്പോൾ ഓ ഗയ എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം, ഒരു കാര്യം ഓർക്കണം, ഓ എന്നുള്ള വാക്ക് വഹ് എന്നാണ് നമ്മൾ എഴുതുക. വഹ്, വഹ് ഗയ എന്ന് പറയാം നമുക്ക്. പക്ഷേ അങ്ങനെ പറയാറില്ല. ഓ ഗയ, ഓ ഗയ, ഓ ഗയ, അവൻ പോയി. ഓ ഗെയ്, അവൾ പോയി. വഹ് ഗെയ് എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലായി അല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ഒരാളാണ് പോകുന്നതെങ്കിലോ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്നു, വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്, ശ്രേഷ്ഠ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക? വേ ഗയേ, വേ ഗയേ, വേ ഗയേ, അദ്ദേഹം പോയി, അല്ലെങ്കിൽ അവർ പോയി. വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നും അവർ എന്നും അർത്ഥമുണ്ട് കേട്ടോ. അത് പ്രയോഗം അനുസരിച്ചാണ്. വേ ഗയേ, അദ്ദേഹം പോയി, അങ്ങനെ പറയണം നമ്മൾ കേട്ടോ. അല്ലാതെ എല്ലാവരും നമ്മൾ ഒരേ അളവിൽ നമുക്ക് അളക്കാൻ പാടില്ല. ഗയ ഷോർട്ടായിട്ട് നമുക്ക് പോയോന്ന് ചോദിക്കാനേ ഗയ അങ്ങനെ ചോദിക്കാം. അത് ഒരു ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ നമ്മളെന്ത് പറയണം? ഗയേ, ഗയേ പോയോ, വേ ഗയേ ക്യാ, അദ്ദേഹം പോയോ, വേ ഗയേ ക്യാ, അദ്ദേഹം പോയോ. അല്ലെങ്കിൽ ക്യാ വേ ഗയേ, ക്യാ വേ ഗയേ, ക്യാ വേ ഗയേ, അദ്ദേഹം പോയോ. അല്ലെങ്കിൽ ക്യാ വേ ഗയേ, അവർ പോയോ. എന്തൊക്കെ നമുക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. നമ്മൾ പോയി എന്ന് പറയാനാണെങ്കിലോ മലയാളത്തിൽ പറയുന്ന പോലെ നമ്മളിപ്പോൾ പോയോ എന്ന് ചോദിച്ചു, നമ്മളെന്ന് പറഞ്ഞു? പോയി, അല്ലെങ്കിൽ പോയില്ല എന്ന് നമ്മൾ പറയും അല്ലേ? പോയില്ലെങ്കിൽ പോയില്ല എന്ന് പറയും, പോയെങ്കിൽ പോയെന്ന് പറയും. അതേപോലെ പറഞ്ഞാൽ മതി ഹിന്ദിയിലും. എങ്ങനെ? ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. എന്നാൽ നീട്ടി ചോദിക്കണം, ഗയ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? പോയോ എന്നാണ്. ഗയേ പോയോ, ഗയ പോയോ. എന്നാലും നമ്മൾ പറയണത് ഗയ പോയി, ഗയ് പോയി, ഗയ പോയി. ഈ ഗയ് എന്ന് പറയുന്നതിന് സ്ത്രീലിംഗമായതുകൊണ്ട്, ഗയ എന്ന് പറയുന്നത് പുല്ലിംഗമായതുകൊണ്ട്, ഗേ എന്ന് പറയുന്നത് ബഹുവചനവും ആയതുകൊണ്ട് കേട്ടോ. ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി, ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എണ്ണം എന്നുള്ള അർത്ഥത്തിലല്ല, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളോട് നമ്മൾ ബഹുവചനമാണ് ഉപയോഗിക്കുക. ഇതാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മാവന്മാർ, ഇങ്ങനെയുള്ളവർ, വല്യച്ഛൻ, അങ്ങനെ വല്യമ്മ, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ? അതേപോലെ നമ്മുടെ ഒരു സഭയുടെ തലവന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ഓർത്തഡോക്സ് പാരമ്പര്യം ഒക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ നിതാന്ത വന്യദിവ സ്ത്രീ, മോർ ഓൺ മോർ ബെസേലിയോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഒരുപാട് തീട്ടി പറഞ്ഞു. അത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ വേ ഗയേ എന്നെങ്കിലും പറയാൻ കഴിയണം. മറ്റൊരു വാക്കാണ് ആവോഗേ. ആവോഗേ, ആവോഗേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമോ എന്നൊരർത്ഥമാണ്. ആവോഗേ എന്ന് പറഞ്ഞാലോ വരും എന്നർത്ഥമുണ്ട് കേട്ടോ. ഇത് വളരെ ശ്രേഷ്ഠമായ ഭാഷയാണിത്. ആവോഗേ, വരുമോ, ആവോഗേ, വരും. എന്നാലോ ആവൂങ്ക എന്ന് പറഞ്ഞാലും വരും എന്നാണ്. ആവൂങ്കി എന്ന് പറഞ്ഞാലും വരും എന്നാണ്. ആയേക എന്ന് പറഞ്ഞാലും വരാം എന്നാണ് അർത്ഥം. ആയേഗി എന്ന് പറഞ്ഞാലും വരും വരാം എന്നൊക്കെയാണ് അർത്ഥം. ആയേക വരും വരാം, ആയേഗി വരും വരാം എന്നൊക്കെയാണ്. ഇങ്ങനെ പല തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. ഈ കൺഫ്യൂഷനൊന്നും വേണ്ട, ഇതിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമുക്കിത് ഒരു കാര്യം മനസ്സിൽ വെക്കണം. എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ചോദ്യം ചോദിക്കുന്നത്? ചോദ്യം ചോദിക്കാനായിട്ട് നമ്മുടെ സൗണ്ട് ഒന്ന് മാറ്റി നമ്മൾ ചെയ്യാം. കുറച്ച് നീട്ടി ചോദിക്കും അല്ലേ? വന്നോ, അദ്ദേഹം വന്നോ, വേ ആയേ, വേ ആയേ, വേ ആയാ, വേ ആയേ. ഇത് വേ ആയെന്ന് തന്നെ പറയാം നമുക്ക്. വേ ആയേ, അദ്ദേഹം വന്നു. കുറച്ച് ഷോർട്ടായിട്ട് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമായി. മലയാളം നമ്മളെങ്കിലും പറയാം, നമുക്കറിയാവുന്ന ഏത് ഭാഷ ഇങ്ങനെ തന്നെ പറയണം. വലിയ വ്യത്യാസമൊന്നുമില്ല, ടോണിലാണ് മാറ്റം. ഈ ടോൺ ചേഞ്ച് ചെയ്താൽ ചോദ്യമായി, ടോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി കേട്ടോ. ആവോഗേ എന്നുള്ളൊരു വാക്കിന് ഇംഗ്ലീഷിൽ അതിന് തുല്യമായിട്ടുള്ളൊരു വാക്കുള്ളതെന്ന് പറഞ്ഞാൽ കമ്മിങ് എന്നാണ്. ഈ കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നു എന്നൊരർത്ഥം. നമ്മളിപ്പോൾ ഒരു പിക്ചർ ഒക്കെ റിലീസാകുമ്പോൾ കമ്മിങ് സൂൺ എന്നൊക്കെ നമ്മൾ കേൾക്കാം അല്ലേ? പെട്ടെന്ന് റിലീസാവും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വരുന്നുവോ, വരുന്നോ എന്നർത്ഥമുണ്ട്. ആർ കം, ആർ യു കമ്മിങ് അല്ലേ? ആർ യു കമ്മിങ്, നിങ്ങൾ വരുന്നോ. അതേപോലെ പ്രയോഗം നമ്മുടെ ടോണിനകത്താണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ വെറും വാക്കുകൾ മാത്രമല്ല, വാക്കുകളുടെ ടോണിനുണ്ട്, പിന്നെ നമ്മുടെ ശരീര ഭാഷയ്ക്കുണ്ട്, കണ്ണുകളുടെ ഭാഷ, അതുപോലെ നമ്മുടെ എക്സ്പ്രഷൻ, ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഭാഷയ്ക്ക് ജീവൻ വെക്കുക. അല്ല നമ്മൾ കുറച്ച് വാക്കുകൾ വെറുതെ പെറുക്കി അങ്ങനെ
കുട്ടികൾ കല്ല് പെറുക്കി ഇടുന്നത് പോലെയോ അല്ലെങ്കിൽ ബോൾ ആകാശത്തേക്ക് എറിയുന്ന പോലെ വെറുതെ വാക്കുകൾ എടുത്തിട്ടാൽ അത് ഭാഷയാവില്ല. ഭാഷയ്ക്ക് ചേർന്നതായിട്ടുള്ള ടോണ് എക്സ്പ്രഷനും കൊടുക്കണം. അപ്പോഴാണ് അതിന് ശരീരം ധരിച്ച് നമ്മുടെ അടുത്തേക്ക് വരിക. ആത്മാവ് ശരീരം ധരിച്ച് വരുന്നത് പോലെ വാക്കുകൾക്ക് നമ്മുടെ ഭാവങ്ങളും എക്സ്പ്രഷനും അതേപോലെ അതിൻ്റെ ടോണും കൂടി കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ അർത്ഥത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരിക. ക്യാ ആ പാവോകെ ക്ലിയറായി കേട്ടോ. ഈ ക്യാ എന്നുള്ളൊരു ചോദ്യം അവിടെ വെച്ച് കഴിഞ്ഞാൽ ക്യാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നാണ് അർത്ഥം. അങ്ങനെ ആദ്യം ആ വാക്ക് ഇട്ടിട്ട് ചോദിച്ചാൽ കൺഫേം ആയി ഇതൊരു ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. ക്യാ ആപ്പ് ആവോകെ അങ്ങ് വരുമോ? ക്യാ ആപ്പ് ആവോകെ അങ്ങ് വരുമോ? ആപ്പ് ആവോകെ ക്യാ. ആ ക്യാ എന്നുള്ളത് അവസാനം ഇട്ടാലും ആപ്പ് ആവോകെ ക്യാ അവസാനം ഇട്ടാലും ഇതേ അർത്ഥം അങ്ങ് വരുമോ എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് പലതരത്തിലും വാക്കുകൾ ഉപയോഗിക്കാം. അങ്ങ് വന്നിരുന്നോ, അങ്ങ് വന്നിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? നമ്മളൊരാളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷെ തിരക്കിനിടയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാനോ കാഴ്ചയില്ലെങ്കിൽ കണ്ടെങ്കിൽ തന്നെ ഓർമ്മയില്ല. പിന്നീട് ഒരു അവസരത്തിൽ കണ്ടുപിട്ടിയപ്പോൾ നമ്മൾ അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങ് വന്നിരുന്നോ? ക്യാ ആ പായത്തെ, ക്യാ ആ പായത്തെ അങ്ങ് വന്നിരുന്നോ? ക്യാ ആ പായത്തെ അങ്ങ് വന്നിരുന്നോ? അതിന് നമുക്ക് കൊളോക്കിലായിട്ട് എങ്ങനെ ചോദിക്കാം? തും ആയത്തെ ക്യാ, തും ആയത്തെ ക്യാ, തും ആയത്താ ക്യാ, തും ആയത്തെ ക്യാ, തും ആയാത്താ ക്യാ, നിങ്ങൾ വന്നിരുന്നോ? ഇനി കുറച്ചും കൂടി ലോക്കലായിട്ട് നമുക്ക് ചോദിക്കാം, കുറച്ചും കൂടി താഴ്ന്ന് നമുക്ക് ചോദിക്കാം. എന്താണ്? റഫായിട്ട് ചോദിക്കാം, പരുക്കനായിട്ട്. തൂ ആയത്തേക്കാ, തൂ ആയത്താ, നീ വന്നായിരുന്നോ? തൂ ആയത്തേക്കാ. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ലോക്കലായിട്ട് നമുക്ക് ചോദിക്കാം. അതെങ്ങനെ ചോദിക്കാം? തൂ ആയതരേ, തൂ ആയതരേ, നീ വന്നായിരുന്നോടാ, തൂ ആയതരേ, നീ വന്നായിരുന്നോടാ. ഇങ്ങനെ നമുക്ക് പലതരത്തിലും ആ ഒരേ വാക്ക് തന്നെ ഒരേ സന്ദർഭം തന്നെ പലതരത്തിലും ഉപയോഗിക്കാം. നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വാക്കുകൾ മാറ്റി പലതരത്തിലും ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല, നമ്മുടെ സ്വഭാവം അനുസരിച്ച് മാത്രമല്ല, നമ്മൾ ആ വ്യക്തിയെ എത്രമാത്രം ആദരിക്കുന്നു എന്നതും നമ്മുടെ വാക്കുകളിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മുടെ സീനിയേഴ്സിനോട്, അതുപോലെ മേലധികാരികളോട്, അതുപോലെ ബഹുമാനിക്കപ്പെടേണ്ട ഏതൊരു വ്യക്തിയോടും, മാതാപിതാക്കളോടും, അമ്മാവന്മാരോടും, അച്ചച്ചന്മാരോടും, അമ്മമ്മമാരോടും, അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാക്ക് ഉപയോഗിക്കുക, നല്ലതുപോലെ ഉപയോഗിക്കുക. ആപ്പ് എന്ന പദം ഉപയോഗിക്കുക, അതുപോലെ ഏകാരം കൂട്ടി ഉപയോഗിക്കാം. ക്യാ ആപ്പ് ആയത്തെ, ക്യാ ആപ്പ് ആയത്തെ അങ്ങ് വന്നിരുന്നുവോ? ക്യാ ആപ്പ് ആയത്തെ അങ്ങ് വന്നിരുന്നുവോ? ക്യാ ആപ്പ് ആയേ അങ്ങ് വന്നു. നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും 5 മിനിറ്റ് മുമ്പ് ആളെത്തി. അപ്പോൾ നമ്മൾ സന്തോഷത്തോട് ചോദിക്കുകയാണ്, ക്യാ ആപ്പ് ആയേ അങ്ങ് വന്നു, ക്യാ ആപ്പ് ആയേ അങ്ങ് വന്നോ. പിന്നെ നമ്മൾ അദ്ദേഹത്തെ ഹഗ് ചെയ്തു. ഗലേലക, ഗലേലക ഹഗ് ചെയ്തെന്ന് പറഞ്ഞത് ഗലേലക. അല്ലെങ്കിൽ എന്താണ്? ലിപ്പട്ട, ലിപ്പട്കർ പക്കട, ലിപ്പട്കർ പക്കട എന്ന് പറയും. എങ്ങനെ? കെട്ടിപ്പിടിച്ചു. ലിപ്പട്കർ പക്കട, ലിപ്പട്കർ പക്കട. അല്ലെങ്കിൽ ഹഗ് ചെയ്തെന്ന് പറയുന്നതിന് പറയും ലിപ്പട്കർ പക്കട എന്ന് പറയും. പിന്നെന്ത് പറയും? ലിപ്പട്ട എന്ന് പറയും. പിന്നെന്ത് പറയും? ഗലേലേഖ എന്ന് പറയും. ഗല എന്ന് പറഞ്ഞതാണ്. ഗലേലേഖ എന്ന് പറഞ്ഞാൽ തോള് കെട്ടിപ്പിടിച്ചിട്ടാണ്. അതും പറയും. ആയേ 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 വന്നോ, ആയേ വന്നു, ആയേ വന്നു. അത്രേ ഉള്ളൂ. ഇത് നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് 1 മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. മേ ലിഖിത്താഹ്, ഞാൻ എഴുതുന്നു. മേ ഞാൻ, മേ ഞാൻ, മേ ഞാൻ. ലിഖിത് हिंदी में ये एकवचन पुल्लिंग है, हिंदी में ये एकवचन और पुल्लिंग है. मलयालम में ऐसा नहीं है. एकवचन या पुल्लिंग या स्त्रीलिंग कोई भी हो, ये ऐसा नहीं. ഞാൻ എഴുതുന്നു. वो स्त्री हो, पुरुष हो, लड़का हो, लड़की हो, बूढ़ा हो, बुजुर्ग हो, कोई बात नहीं. बड़ी दादी माँ हो, दादाजी हो, कोई बात नहीं. ഞാൻ എഴുതുന്നു बोलेगा तो ഞാൻ എഴുതുന്നു, सिर्फ ഞാൻ എഴുതുന്നു. उधर क्रिया नहीं बदलता है, क्रिया में कुछ परिवर्तन नहीं आता है. ഞാൻ എഴുതുന്നു, मैं लिखता हूँ. लेकिन हिंदी में मैं लिखती हूँ स्त्रीलिंग, मैं लिखती हूँ स्त्रीलिंग. मतलब मलयालम में ഞാൻ എഴുതുന്നു സെയിം, मैं लिखता हूँ और मैं लिखती हूँ. मलयालम में ഞാൻ എഴുതുന്നു. ബസ് ഇത്രയായി. ഹിന്ദിയിൽ സ്ത്രീക്ക് വേണ്ടിയിട്ട് വേറെ ഭാഷയാണ്. മേ ലിഖിത്താഹു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു എന്ന് ആണുങ്ങൾ പറയും, ഏകവചന, ഒരാൾ ഒറ്റയ്ക്ക് ഏകവചനം. എന്നാൽ സ്ത്രീ പറയുമ്പോൾ മേ ലിഖിത്തീഹു എന്നാണ് പറയുക ഹിന്ദിയിൽ. മേ ലിഖിത്തീഹു സ്ത്രീലിംഗം ആകുമ്പോൾ മേ ലിഖിത്തീഹു എന്നാണ് പറയുക.
അപ്പോൾ ഹിന്ദിയിൽ വേറെയാണ് ഒരു വാക്ക്, മലയാളത്തിലുള്ള ഒരു വാക്കിന് തന്നെ 2 പ്രയോഗമാണ് ഹിന്ദിയിൽ വരിക. ഇനി ഇത് തെറ്റി പറഞ്ഞു വിചാരിച്ചാലോ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അർത്ഥം ഒന്നല്ലേ, പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും പറയണ അർത്ഥം ഒന്നല്ലേ, അർത്ഥം ഒന്നാണ്, പ്രയോഗം 2 മാത്രമേ ഉള്ളൂ. മേ ലിഖത്തി ഹും, മേ ലിഖത്തി ഹും, മേ കാത്തി ഹും, മേ കർത്തി ഹും, മേ പഠിത്തി ഹും. ഇതെന്താ, ഞാൻ എഴുതുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ തിന്നുന്നു. ഇതിൻ്റെ എല്ലാം സ്ത്രീലിംഗമാണത്. ഇങ്ങനെ മേ കാത്തി ഹും, ഞാൻ തിന്നുന്നു. മേ കാത്തി ഹും, ഞാൻ തിന്നുന്നു. മേ കർത്തി ഹും, ഞാൻ ചെയ്യുന്നു. മേ കാം കർത്തി ഹും, ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ ജോലി ചെയ്യുന്നു. മേ കാം കർത്തി ഹും, ഞാൻ ജോലി ചെയ്യുന്നു. മേ നഹാത്തി ഹും, ഞാൻ കുളിക്കുന്നു. മേ നഹാത്തി ഹും, ഞാൻ കുളിക്കുന്നു. അപ്പോൾ അത് സ്ത്രീലിംഗമാണ്, ഹിന്ദിയിൽ സ്ത്രീലിംഗമാണ്. അതിനെല്ലാം കർത്തിഹും, നാത്തിഹും, കാത്തിഹും, ജാത്തിഹും അങ്ങനെയാണ് പറയുക. ये सब के लिए मलयालम में ये हिंदी का जैसा ऐसा पुल्लिंग स्त्रीलिंग देखने का कोई ज़रूरत नहीं है. अब हिम्मत से बोलो, ഞാൻ തിന്നുന്നു. मैं खाता हूँ, ഞാൻ തിന്നുന്നു. मैं खाता हूँ, मैं खाती हूँ. ഞാൻ തിന്നുന്നു. യാ, ഞാൻ കഴിക്കുന്നു. ഞാൻ കഴിക്കുന്നു. യാ, ഞാൻ തിന്നുന്നു. हम लिखते हैं, हम लिखते हैं. हम, ഞങ്ങൾ. हम, ഞങ്ങൾ. ഞങ്ങൾ बोलो तुम एक से ज़्यादा होता है ना. हम एक से ज़्यादा होता है. हम बोलो तो एक से ज़्यादा होता है. ഞങ്ങൾ बोलो तो एक से ज़्यादा होता है. जितना भी हो, 1000 हो, 500 हो, करोड़ हो. हम, നമ്മൾ, या ഞങ്ങൾ. हम लिखते हैं. तब क्या करने का, क्रिया के ऊपर ऐसा मात्रा आता है. एक मात्रा आता है क्रिया के ऊपर. ഈകാർ നൈ, ആകാർ നൈ, ആകാരമല്ല, ഈകാരമല്ല, എ എന്ന അർത്ഥം വരുന്ന ഒരു മാത്ര, അതാണ് അതിൻ്റെ മുകളിൽ വരുന്നത്. ലിഖത്തെ, ഹം ലിഖത്തെ ഹേ, ഹം ലിഖത്തെ ഹേ, ഞങ്ങൾ എഴുതുന്നു. ഹം ലിഖത്തെ ഹേ, ഞങ്ങൾ എഴുതുന്നു. ഹം ലിഖത്തി ഹേ, ഹം ലിഖത്തെ ഹേ, ഹം ലിഖത്തി ഹേ. ഇസ്ക സബ്ക മതലബ് മലയാളം ഞങ്ങൾ എഴുതുന്നു. വി ആർ റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുന്നു. മലയാളത്തിൽ ഞങ്ങൾ എഴുതുന്നു എന്ന് പറയുന്നതിന് ഹിന്ദിയിലേക്ക് പറയുമ്പോൾ എങ്ങനെ പറയണം? ഹം ലിഖത്തെ ഹേ എന്ന് പറയാം, ഹം ലിഖത്തി ഹേ എന്ന് പറയണം. എങ്ങനെ? സ്ത്രീലിംഗമാണെങ്കിൽ ഹം ലിഖത്തി ഹേ, പുല്ലിംഗമാണെങ്കിൽ ഹം ലിഖത്തെ ഹേ, അങ്ങനെ മാറ്റി പറയണം. ഞങ്ങൾ എഴുതുന്നു, ഞങ്ങൾ എഴുതുന്നു. ഞങ്ങൾ, ഞങ്ങൾ बोले तो क्या कौन कौन होता है? मैं और मेरे साथी और एक से ज़्यादा. हम लिखती है, हम लिखती है. हम लिखती है बोले तुम, हम बोले तो कौन कौन होता है? मैं और मेरा साथी. हम लिखती है, ഞങ്ങൾ എഴുതുന്നു. ഞങ്ങൾ, हम, ഞങ്ങൾ. कभी कभी ऐसा मतलब बदलता है मलयालम में, नम्मल भी बोलता है. नम्मल, इसका भी बोलते हैं हिंदी में हम बोलते हैं. हम बोले तो मलयालम में 2 मतलब आता है. ഞങ്ങൾ, मैं और मेरे साथी, और नम्मल बोले तो क्या होता है? तुम और मेरे साथ में कौन कौन है वो सब मिलकर. तुम्हारे साथ में कौन कौन होता है? सब मिलकर. और तुम और मैं दोनों मिलकर. नम्मल, हम, नम्मल, ऐसा 2 मतलब निकलता है मलयालम में. हम बोलो तुम, नम्मल बोलो तुम और मैं, और तुम्हारे साथ कौन कौन है, मेरे साथ कौन कौन है, सब मिलकर नम्मल हम. और हम बोलो तुम, ഞങ്ങൾ बोलो तो क्या मतलब आता है? मैं और मेरा साथी. ഞങ്ങൾ, मैं और मेरा साथी. ഞങ്ങൾ. तुम, നമ്മൾ बोलो तो मैं और तुम, तुम्हारा साथी और हमारा साथी कौन कौन है, सब लोग मिलकर നമ്മൾ. നമ്മൾ എന്നതിന് മലയാളത്തിൽ നമ്മൾ എന്ന് നമ്മൾ പറയും. അതിന് നമ്മളെന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളെയും കൂടെ കൂട്ടിയിട്ടാണ് പറയുക. കേൾക്കുന്ന ആളും ആളുടെ കൂടെയുള്ളവരും ഞാനും എൻ്റെ കൂടെയുള്ളവരും നമ്മളെല്ലാവരും കൂടുന്ന ഒരു ഗ്രൂപ്പ്. एक ही ग्रुप को मतलब है नम्मल. एक ग्रुप का मतलब है नम्मल. एक ग्रुप एक ही है. और 2 ग्रुप होता तो कहते हैं ഞങ്ങൾ बोलेगा. ഞങ്ങൾ बोलेगा तुम सुनने वाला नहीं है, ये सुनने वाला नहीं, बोलने वाला और उसके साथी सब मिलकर बोलते हैं ഞങ്ങൾ. और नम्मल बोला तुम एक ही ग्रुप होता है, सब मिलकर एक ही ग्रुप होता है. ठीक है. चेचक, वसूरी. चेचक को मलयालम में क्या बोलते हैं? वसूरी बोलते हैं. चेचक, वसूरी. अंग्रेजी में स्मॉल पॉक्स भी कहते हैं. स्मॉल पॉक्स, चेचक, वसूरी.
അവന് വസൂരിയാണെന്ന് നമ്മളെങ്ങനെ പറയും? ഉസ്കു ചേച്ചക്കെ, ഉസ്കു ചേച്ചക്കെ, അവന് വസൂരിയാണ്. ഉസ്കു ചേച്ചക്കെ, അവന് വസൂരിയാണ്. मलयालम में जो बोलते हैं मलबंधम, मलबंधम हिंदी में बोलेगा कब्जा, और दूसरे शब्दों में कोष्ठबद्धता, कोष्ठबद्धता. अंग्रेजी में कॉन्स्टिपेशन, अंग्रेजी में कॉन्स्टिपेशन. डॉक्टर के पास जाके क्या बोलेगा मलयालम में? എനിക്ക് മലബന്ധമാണ്, എനിക്ക് മലബന്ധമാണ്. दूसरे शब्दों में എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല. मुझे इसका ट्रांसलेशन अनुवाद ऐसा करेगा, मेरा पेट से नहीं जाता, मेरा पेट से नहीं जाते, എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. अंग्रेजी में कॉन्स्टिपेशन, स्टिपेशन, कॉन्स्टिपेशन. मलयालम में मन्नन बोलता है, मन्नन, मन्नन. उसको अंग्रेजी में कहते हैं चिकन बॉक्स. ये कुछ खाने का चीज़ नहीं है, मन्नन और चिकन बॉक्स. उसको हमारा हिंदी में छोटी माता, छोटी माता बोलते हैं, छोटी माता. ऐसा सीधा अनुवाद करेगा मलयालम में तो माँ के छोटी बहन ऐसा लगता है. मतलब ऐसा ऐसा हमारा शब्द ऐसे सीधे ट्रांसलेट कराएंगे तो मलयालम में क्या होता है? माँ की छोटी बहन. यो ऐसा नहीं है, माँ की छोटी बहन नहीं, छोटी माता बोलो तो क्या होता है? चिकन बॉक्स होता है, चिकन बॉक्स. മലയാളത്തിലേക്ക് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോട്ടി മാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തി എന്ന് അർത്ഥം വരും. ചെറിയമ്മ, കുഞ്ഞമ്മ, കൊച്ചമ്മ എന്നൊക്കെ പറയും. പക്ഷെ അതല്ല ഇത്. പിന്നെന്താണ് ഇത്? ചിക്കൻ ബോക്സ് ആണ്, ചോട്ടി മാത. और एक शब्द है പൊള്ളൽ, പൊള്ളൽ, जलना, जलना, പൊള്ളൽ. अंगार से, गर्म पानी से, कोई गर्म चीज़ों से हमारा हाथ पैर और मुंह में किधर भी, जिस्म में किधर भी ऐसा लगता है, जल लगता है, उसको बोलता है പൊള്ളൽ. പൊള്ളൽ പറ്റി, പൊള്ളൽ പറ്റി. जल लग गया, जल लग गया, പൊള്ളൽ പറ്റി. हाथ जल गया, हाथ पाँव जल गया, പൊള്ളൽ പറ്റി. अग्निदाह, अग्निदाह, अग्निदाह हो गया. अंग्रेजी में क्या कहेंगे इसके लिए? बैंड, 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 बैंड. खाने का बैंड नहीं, बैंड, बैंड, पुल्ली. अगला है पुഴുക്കടി. क्या बोलते हैं? पुഴുക്കടി, पुഴുക്കടി. तो चोजन बोलना, चोजन. एक्सिमा, चोजन, एक्सिमा. ऐसा पुഴുക്കടി आएगा तो, चोजन आएगा तो, एक्सिमा आएगा तो हमारा एक हाथ उधर ही रहेगा हमेशा. कैसे रहेगा? ऐसा रहेगा हमेशा, एक हाथ उधर ही रहेगा, एक हाथ उधर ही रहेगा हमेशा. वो कभी ये हमेशा ऐसा कुछता रहता है. पुഴുക്കടി, पुഴുക്കടി. चोजन, एक्सिमा, एक्जिमा. अगला है बदिरदा, बदिरदा, बदिरदा. बदिरदा आएगा तो हम लोग को ऐसा कान नहीं सुनेगा ना, कान नहीं सुनेगा. बदिरदा आएगा तो क्या होता है? कान नहीं सुनेगा, कान में सुनाई नहीं देगा. बदिरदा, डफनेस, डफनेस. उसकी हिंदी में क्या बोलेगा? बहरापन, बहरापन, डफनेस. बदिरदा, ബധിരത, ബധിരതയ്ക്ക് ഡഫ്നെസ് എന്ന് പറയും, ബഹറാപ്പൻ എന്നാണ് ഹിന്ദിയിൽ പറയുക. अगला है प्रमेहम, प्रमेहम. मधुमेह, हमारा भाषा में मधुमेह. अंग्रेजी में डायबिटीज, अंग्रेजी में डायबिटीज. मुझे शुगर है ऐसा बोलते हैं. आजकल का आदमी लोग ऐसा बोलते हैं, मुझे शुगर है. मलयाली भी ऐसा बोलते हैं, എനിക്ക് ഷുഗറാണ്, എനിക്ക് ഷുഗറാണ്. मुझे शुगर है, എനിക്ക് ഷുഗറാണ്. लेकिन उसका मलयालम वर्ड है, मलयालम शब्द यह है प्रमेहम, प्रमेहम. മധുമേഹ, പ്രമേഹം, മധുമേഹ. മധുമേഹ എന്നാണ് പ്രമേഹത്തിന് ഹിന്ദിയിൽ പറയുക. എന്നാലും എല്ലാവരും ഇപ്പോൾ എനിക്ക് ഷുഗറുണ്ട് എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ മുझे ഷുഗർ है എന്ന് ഹിന്ദിയിൽ പറയും. अगला है मलम्बनी, मलम्बनी, मलम्बनी. विषमज्वर, विषमज्वर, मलम्बनी. मलेरिया, विषमज्वर, मलम्बनी, मलेरिया. अंग्रेजी में मलेरिया. लगता है आपको मलेरिया है, लगता है आपको मलम्बनी है तो നിങ്ങൾക്ക് മലമ്പനിയാണെന്ന് തോന്നുന്നു. लगता है आपको विषमज्वर है, लगता है आपको विषमज्वर है. अगला है मन्नपित्तम, मन्नपित्तम, मन्नपित्तम. कामला, कामला, जॉन्डिस. मन्नपित्तम, कामला,
जॉन्डिस। अगला है मंद। मंद तो हमको ऐसा दिखता ना, कोई लोगों का, कोई आदमियों का, कोई आदमी का पैर में ऐसा एक पैर ऐसा नॉर्मल है और दूसरा पैर ऐसा बहुत बड़ा है, वो हाथी का जैसा पैर होता है, उसको बोलता है, क्या बोलता है, मंद। मंदगाल। मंदगाल बोलो तुम, स्लीपद। स्लीपद, मंदगाल, स्लीपद, मंद, मंद स्लीपद। वो पैर को बोलता है काल, पैर को बोलता है काल। मंद, स्लीपद, फिलारियासिस। फिलारियासिस, मंद। और अगला है पुഴുക്കടി। वट्टचोरी बोलता है उसको, पुഴുക്കടി, वट्टचोरी भी बोलता है, वट्टचोरी। उसको क्या बोलते हैं, वट्टचोरी। रिंग वेम, रिंग वेम, पुഴുക്കടി, वट्टचोरी। दाद, हिंदी में क्या बोलते हैं, दाद। मलयालम में वट्टचोरी या पुഴുക്കടി, अंग्रेजी में रिंग वेम। अगला है रक्त समर्दम। रक्त समर्दम, रक्त समर्दम बोलते हो रक्तचाप, रक्तचाप, ब्लड प्रेशर, ब्लड प्रेशर। अगला है वयറുകടി। वयറുകടി, पेजिस, वयറുകടി, पेजिस। डायरिया, अंग्रेजी में डायरिया, मलयालम में वयറുകടി, पेजिस, हिंदी में पेजिस। डिसेंट्री, अंग्रेजी में डिसेंट्री, अंग्रेजी में डिसेंट्री बोलता है। अगला है वेള്ളപ്പാണ്ട്। वेള്ളപ്പാണ്ട് तो हमारा ये चमड़ा में है ना, हमारा चर्म में, चर्म के ऊपर ऐसा ये सफ़ेद निशान आता है ना हर जगह का। कोई कोई आदमी को इधर उधर आता है, दूसरा कोई लोगों को हाँ पूरा बदन में ऐसा वो सफ़ेद रंग निकलता है, उसको क्या बोलता है, वेള്ളപ്പാണ്ട് बोलता है। मलयालम में वेള്ളപ്പാണ്ട് बोलता है, वेള്ളപ്പാണ്ട്। श्वेत कुष्ठ, श्वेत कुष्ठ, श्वेत कुष्ठ, वेള്ളപ്പാണ്ട്। अंग्रेजी में क्या बोलता है, ल्यूकोडर्मा, 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 श्वेत कुष्ठ, वेള്ളപ്പാണ്ട്। अगला है कोलरा। कोलरा बोले तो आजकल सबको सब भाषा वालों को मालूम होता है, कोलरा अंग्रेजी शब्द है, अंग्रेजी शब्द है कोलरा। कोलरा को मलयालम में क्या बोलेगा, मलयालम केरला वाले को भी नहीं मालूम, इसलिए मलयालम में भी बोलता है विशुचिका, विशुचिका, विशुचिका। हिंदी में हैजा बोलता है, हैजा, हिंदू में हैजा। कोलरा, अंग्रेजी में कोलरा। अगला है विरशल्यम। अगला है विरशल्यम। वो तो ये വിരശല്യം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വിരശല്യത്തിന് കിട്ടിയിരുന്ന മരുന്ന് ആൻറ്റിഫോർ എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ തരും. അതൊരു ഡോസ് കുടിച്ചാൽ പിന്നെ വയറ്റിൽ ഒരു 2-3 വർഷത്തേക്ക് വിരയുടെ ശല്യമേ ഉണ്ടാവില്ല. വിര നെറുകന്തല വരെ കയറിയതാണെങ്കിൽ എല്ലാം ഇറങ്ങി പോകുമായിരുന്നു. അതെല്ലാം ജീവനോടെ തന്നെ ഇറങ്ങി പോകും അന്നത്തെ കാലത്ത്. ഇന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു കഴിക്കുമ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ എല്ലാം 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും ആ വിര തീർത്ത് നമ്മുടെ വയറ്റിൽ നിന്ന് പോകത്തുമില്ല. അതിൻ്റെ ശല്യം മെല്ലെ ഒന്ന് മയങ്ങി കിടക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ വിരയ്ക്കുള്ള മരുന്ന് തരാം. പണ്ടങ്ങനെ ആയിരുന്നില്ല. ബാത്ത് ക്യാ ഹേ, ബാത്ത് അതുപോലെ ക്യാ ബാത്ത്. അതുപോലെ ഈ ബാത്ത് കൂട്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ബാത്ത് 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 എന്ന് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ ബാത്ത്, എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം? പലപ്പോഴും പലരും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സംശയത്തോടു കൂടിയാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നന്നായി ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ചോദിക്കും, ഈ ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാത്ത് പലപ്പോഴും പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബാത്തിനെ കുറിച്ച് യാതൊരു സംശയം വേണ്ട. ബാത്ത് എന്താണെന്ന് നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ട് പഠിക്കാൻ പോവാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കും എന്താണ് ബാത്ത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉപയോഗം, എവിടെയെല്ലാമാണത് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു സംശയമില്ലാതെ നമ്മളിനി ഹിന്ദി സംസാരിക്കാൻ പോവാണ്. നിഷ്പ്രയാസം ഹിന്ദി സംസാരിക്കാൻ പോകണം. ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ പോവാണ്. സന്തോഷത്തോടെ ഹിന്ദി സംസാരിക്കാൻ പോവാണ്. നിർഭയം ഹിന്ദി സംസാരിക്കാൻ പോവാണ്. ക്യാ ബാത്ത്, ക്യാ ബാത്ത്, എന്താണ് കാര്യം എന്ന് ചോദിക്കും. ബാത്ത് ക്യാ ഹേ, കാര്യം എന്താണ്? ബാത്ത് ക്യാ ഹേ, കാര്യം എന്താണ് എന്താ പറഞ്ഞത്? ബാത്ത് ക്യാ ഹേ, ബാത്ത് ക്യാ ഹേ, ബാത്ത് ക്യാ ഹേ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെ ബാത്ത് ക്യാ ഹേ എന്നൊന്നും ചോദിക്കത്തില്ല. ബാത്ത് ക്യാ ഹേ,
എന്താണ് ബാത് ക്യാ ഹൈ അത്രേ ഉള്ളൂ. ബാത് ക്യാ ഹൈ കാര്യം എന്താണ്? ഇപ്പോൾ നമ്മൾ മിക്കവാറും അതൊക്കെ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നിടത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാം. ബാത് ക്യാ ഹൈ എന്താണ് കാര്യം, എന്താണ് കാര്യം, എന്താ പ്രശ്നം എന്നൊക്കെ നമ്മൾ ചോദിച്ചില്ല, എന്താ പ്രശ്നം എന്നൊക്കെ നമ്മൾ ചോദിച്ചില്ലേ. അപ്പോൾ ബാത് ക്യാ ഹൈ, ബാത് ക്യാ ഹൈ, ക്യാ ബാത് ഹൈ. 10 പോയിൻ്റ് ഉണ്ട് ഇതിനകത്ത്. അതോടെ നമ്മൾ ഒമ്പാടി ഒരുപാട് സംശയങ്ങൾ അങ്ങ് തീർന്നു. 10 പോയിൻ്റ്, അതിന് 1 മാത്രമേ ഇപ്പോൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാത് കറോ, ബാത്ത് കറോ, ബാത്ത് കറോ, ബാത് കറോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അത് എന്താ വരിക? ബാത്ത് കറോ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം എന്നാണെന്ന് മനസ്സിലാക്കി. ക്യാ ബാത്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്യുക എന്നാണെന്ന് നമുക്കറിയാം അല്ലേ, കറോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബാത്ത് കറോ എന്ന് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കറക്റ്റ് പദാനുപത തർജ്ജമ ചെയ്താൽ അതിൻ്റെ അർത്ഥം കാര്യം ചെയ്യ് എന്നുള്ള അർത്ഥം വരും അല്ലേ. പക്ഷേ അത് അങ്ങനെയല്ല ഉപയോഗിക്കണേ. ബാത് കറോ, ബാത് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കൂ എന്നാണ് അർത്ഥം. കാര്യം ചെയ്യൂ എന്നല്ല, സംസാരിക്കൂ. ബാത് കറോ, സംസാരിക്കൂ. എന്താണ്? ബാത് കറോ, ബാത് കറോ, ബാത് കറോ, സംസാരിക്കൂ. ബാത് കറോ, സംസാരിക്കൂ. ബാത്ത് സംസാരം, ബാത് കറോ സംസാരിക്കൂ. ബാത് മത്ത് കറോ, ബാത് മത്ത് കറോ സംസാരിക്കരുത്. ബാത്ത് നഹീ കർന സംസാരിക്കണ്ട. ബാത്ത് മത്ത് കറോ സംസാരിക്കരുത്. ബാത്ത് മത്ത് കർന മിണ്ടി പോയേക്കരുന്നുള്ള അർത്ഥത്തിലാണ്. ബാത്ത് മത്ത് കർന സംസാരിച്ചേക്കരുത്. ബാത്ത് മത്ത് കർന സംസാരിക്കരുത്. ബാത്ത് കർന യാർ സംസാരിക്കണോ. ഒരു കാര്യം പറയാൻ പോയി, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ബബ്ബ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരന് ദേഷ്യം വരുന്നുണ്ട്. ധൈര്യത്തിന് വേണ്ടി കൊണ്ടുപോയതാണ് കൂട്ടുകാരനെ. അപ്പോൾ കൂട്ടുകാരന് ദേഷ്യം വരുന്നുണ്ട്. ബാത് കർന യാർ സംസാരിക്കുക. ഒരു പെണ്ണിനോട് പ്രേമിക്കുന്ന കാര്യം പറയാൻ പോയത്, പ്രണയത്തിൻ്റെ കാര്യം പറയാൻ പോയത്, അന്ന് സപ്പോസ് അങ്ങനെ ഒന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ട് വേറെ പല കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നമാരെ പ്രേമം പറയാൻ പോയിട്ട്, സ്നേഹമാണെന്ന് പറയാൻ പോയിട്ട് പെണ്ണിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ തിരുവനന്തപുരത്തുള്ള ബസ് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ പറയാൻ പോയത് എന്താണ്? മേ തുമേ പ്യാർ കർത്തിയും, മേ തുമേ പ്യാർ കർത്തിയും എന്ന് പറയാനാണ് പോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയണത്? തിരുവനന്തപുരം ജാനേക്ക ബസ് കാ ആയേഗ. തിരുവനന്തപുരം ജാനേക്ക ബസ് എവിടെ? തിരുവനന്തപുരത്ത് പോകാനുള്ള ബസ് എവിടെ വരിക? തിരുവനന്തപുരം ജാനേക്ക ബസ് കിത്തനെ ബജെ ആയേഗ. തിരുവനന്തപുരത്ത് പോകാനുള്ള ബസ് എപ്പോൾ വരും? പറയാൻ പോയത് എന്താണ്? മേ തുമേ ബഹുത് പ്യാർ കർത്തിയും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയാനാണ് പോയത്. അപ്പോൾ അവരിങ്ങനെ പോയിട്ട് ബബ്ബി അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പെണ്ണിൻ്റെ അടുത്ത്. പൂവങ്കോഴി ഇങ്ങനെ തൃപ്പട താളം ചവിട്ടി നിൽക്കും പോലെ. അപ്പോൾ കൂട്ടുകാരൻ ദേഷ്യം വരും. അപ്പം ദേഷ്യം വന്നിട്ട് പറയാണ് ബാത് കർണ യാർ സംസാരിക്കടാന്ന്. അതിൻ്റെ അർത്ഥം അതിനകത്ത് മുഴുവനുണ്ട്. എന്തൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. പറയാൻ പറ്റുന്നതൊക്കെ വേണമെങ്കിൽ പറയാം. കൂട്ടുകാരൻ്റെ അടുപ്പം അനുസരിച്ച് എത്ര വേണമെങ്കിലും പറയും. ബാത് കർണ മേ ക്യാ ഹേ, ബാത് കർണ മേ ക്യാ ഹേ, സംസാരിക്കുന്നതിന് എന്താ? ബാത് കർണ മേ ക്യാ ഹേ. ഇവിടെ ബാത്ത് എന്നുള്ളതിന് സംസാരം എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ബാത് കർണ മേ ക്യാ ഹേ, സംസാരിക്കുന്നതിനെന്താ? ഒന്ന് പറയണനെന്താ? എന്താ കുഴപ്പം? പറഞ്ഞൂടെ? ബാത് കർണ മേ ക്യാ ഹേ, ബാത്ത് ബത്താനെ മേ ക്യാ ഹേ, ബാത്ത് ബത്താനെ മേ ക്യാ ഹേ, കാര്യം പറയുന്നതിനെന്താ? അപ്പോഴത്തെ കാര്യം എന്നായി അർത്ഥം. ബാത്ത് ബത്താനെ മേ ക്യാ ഹേ, കാര്യം പറയുന്നതിനെന്താ? ബാത്ത് കർണ മേ ക്യാ ഹേ, സംസാരിക്കുന്നതിനെന്താ? അർത്ഥം മാറുന്നുണ്ടോ? ചെറുതായിട്ട് അർത്ഥം മാറുന്നുണ്ടല്ലേ? बात करने में क्या है और दूसरे शब्दों में बात बताने में क्या है, बात बताने में क्या है, ये इसमें अलग मतलब अलग निकलता है. बात करने में क्या है? तो बात करने में तो क्या है? कुछ नहीं. तो हमको जो कहने का है, जो कहने का उसमें क्या है? कुछ नहीं. तो बात बताने में, बात बताने में तो ये प्रणय की बात है. हमारा प्रणयनी के पास जाकर ये बात तो बोलने का, लेकिन बोलता नहीं. तो अपना दिल में क्या है, हमारा दिल में क्या रहता है, वो तो बताएगा तो मालूम पड़ता है. वो छोकरी भी चाहता है तुम्हारे मुंह से वो निकलने के लिए, लेकिन तो उसके पास जाके क्या बोलता है? वो त्रिचूर जाने का बस कहाँ मिलेगा, वो कलकत्ता जाने के लिए ट्रेन किधर से मिलेगा, कौन सा प्लेटफॉर्म में आएगा, ऐसा पूछेगा. ये सीधा बताने का उसको. एक मेरे को एक बात बताना है,
मैं तुम्हें बहुत प्यार करती हूँ, मैं तुझे बहुत प्यार करती हूँ, मैं तुझे बहुत प्यार करती हूँ। ये बताने का ना, इसमें क्या है? कुछ नहीं, ये तुम बताने का। नहीं बताएगा तो कैसे मालूम पड़ता है तू उसको प्यार करते है क्या नफरत करते है क्या, कैसे मालूम पड़ता है? बात क्या है? കാര്യമെന്താണ്? കാര്യമെന്താണ്? बात क्या है? എന്താണ്? കാര്യമെന്താണ്? बात क्या है? കാര്യമെന്താണ്? जल्दी हम लोग पूछते हैं ऐसा, क्या बात है, क्या बात है? तो लिखने में कैसे लिखेंगे? क्या बात है എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? क्या बात है പറയുമ്പോഴോ क्या बात है? ये शॉर्ट हो गया, ऐसा छोटा हो गया। क्या बात है? मतलब एक ही है, अर्थ എന്താണ്? मतलब एक ही है। क्या बात है? क्या बात है? എന്താണ് വിശേഷം? എന്താണ് വിശേഷം? दूसरे शब्दों में എന്താണ് വർത്തമാനം? क्या बात है? 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 എന്താ വിശേഷം? എന്താ വർത്തമാനം? എന്താ വർത്തമാനം? എന്താ വിശേഷം? क्या बात है? क्या बात है? एक बात बोलूं क्या? मैं एक बात बोलूं? एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ? एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ? एक बात बोलूं क्या? 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 ഒരു കാര്യം പറയട്ടെ? ഒരു കാര്യം പറയട്ടെ? एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ? ഒരു കാര്യം അറിയിക്കട്ടെ? ഒരു കാര്യം പറയട്ടെ? एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ? ബോലനാ, ബോലിയനാ. ഓ, പെൺകുട്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്, ഇയാളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പൊട്ടനൊന്നും പറയണില്ലല്ലോ എന്നാണ് അവളുടെ മനസ്സിൽ. ഇവനിങ്ങനെ നെഞ്ചിടിച്ചിട്ട് പറയാൻ വയ്യ. एक बात बोलूं क्या? बोलना, बोलियना, बोलोना, बोलियना. ആ പിന്നെ പറയാണ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്. എങ്ങനെ? मुझे एक बात बताने का है, मुझे एक बात बताने का है, मुझे एक बात बताने का है. അത് പറയുമ്പോൾ എങ്ങനെ പറയാം? मुझे एक बात बताना क्या है, मुझे एक बात बताना 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 है. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ പറയടാ, ബോൽനാ യാർ, ബോൽനാ യാർ, ഒന്ന് പറയൂ ചങ്ങാതി, ബോൽനാ യാർ, ഒന്ന് പറയൂ ചങ്ങാതി. യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, സുഹൃത്താണ്, വേണ്ടപ്പെട്ട ഒരാളാണ്. ബോൽനാ യാർ, ബോൽനാ യാർ, പറയൂ ചങ്ങാതി, ബോൽനാ യാർ, പറയൂ ചങ്ങാതി, ബോൽനാ യാർ, പറയൂ ചങ്ങാതി. मुझे एक बात बताने का है, मुझे एक बात बताना है, मुझे एक बात बताने के है. तो ऐसा शॉर्ट करके बोलेगा तो कैसे बोलेगा? मुझे एक बात बताना है. तो ऐसा लंबा लिखने में कैसे लिखता है? मुझे एक बात बताने का है, ऐसा बोलेगा. मुझे एक बात बताने का है. शॉर्ट ऐसा बोलेगा, ऐसा मुझे एक बात बताना है, എനിക്കൊരു കാര്യം പറയാനുണ്ട്. तो बोलो ना, तो बोलो ना, എങ്കിൽ പറയൂ. 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 एक बात कहना है, ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. एक बात बताना है, एक बात बताना है, एक बात बताना है, एक बात बताना है. ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. मैं एक बात बताऊं, ഒരു കാര്യം പറയട്ടെ. मैं एक बात बताऊं, ഒരു കാര്യം പറയട്ടെ. मैं एक बात बताऊं, ഒരു കാര്യം പറയട്ടെ. मुझे एक बात बताना है, എനിക്കൊരു കാര്യം പറയാനുണ്ട്. मुझे एक बात बताना है, എനിക്കൊരു കാര്യം പറയാനുണ്ട്. एक बात है, एक बात है, ഒരു കാര്യമുണ്ട്. നമുക്ക് മലയാളത്തിൽ എപ്പോഴും ഇതൊക്കെ പറയേണ്ടി വരില്ലേ? എല്ലാ ഭാഷയിലും ഉണ്ട്. വൺ തിങ് നമ്മൾ പറയാം, വൺ തിങ്, एक बात है, ഒരു കാര്യം പറയാനുണ്ട്. വൺ തിങ്, ഒരു കാര്യം പറയാനുണ്ട്. कुछ बोलना है, तुझसे कुछ कहना है, तुझसे कुछ बोलना है. एक बात है, एक बात है, तुझसे कहने के लिए एक बात है, तुझसे एक बात है, നിന്നോടൊരു കാര്യമുണ്ട്. तुझसे एक बात है, നിന്നോടൊരു കാര്യമുണ്ട്. ബാത്ത്, കാര്യം, ബാത്ത്, കാര്യം, വിശേഷം. क्या बात है, എന്താ വിശേഷം? एक बात बताना क्या है, ഒരു കാര്യം പറയാനുണ്ട്. വിശേഷം, വർത്തമാനം. क्या बात है, എന്താ വർത്തമാനം? क्या बात है, എന്താ വർത്തമാനം? क्या समाचार है, എന്താ വർത്തമാനം? क्या बात है, क्या बात है, എന്താണ് വർത്തമാനം? क्या समाचार है.
ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. ബിന ബിന എന്ന വാക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കണം, ആരോടൊക്കെ ആർക്കൊക്കെ എപ്പോഴൊക്കെ പറയണം എന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ബിന എന്ന വാക്കിൻ്റെ അർത്ഥം, ബിന എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴികെ, ഒഴികെ അല്ലെങ്കിൽ കൂടാതെ, കൂടാതെ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം നമുക്ക് നോക്കാം. ബിന ഒഴികെ അല്ലെങ്കിൽ കൂടാതെ. ബിന इसको मलयालम में क्या बोलते हैं? बिना, ഒഴികെ, ഒഴികെ. दूसरे शब्दों में കൂടാതെ, കൂടാതെ. दूसरे शब्दों में ഇല്ലാതെ, 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 ഒഴികെ, കൂടാതെ. हिंदी हिंदी शब्द बिना. तेरे बिना, तेरे बिना നിന്നെ കൂടാതെ. मेरे बिना, മേരി ബിന എന്നെ കൂടാതെ. തേരി ബിന നിന്നെ കൂടാതെ. തേരി ബിന നിന്നെ കൂടാതെ. മേരി ബിന എന്നെ കൂടാതെ. ഓ സാത്തി രേ തേരെ ബിന പി ക്യാ ജീന, ഓ സാത്തി രേ തേരാ ബിന ബി ക്യാ ജീന, तेरे बिना भी क्या जीना. ओ साथी रे तेरी बिना भी क्या जीना, तेरी बिना भी क्या जीना. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എൻ്റെ പ്രിയേ, എൻ്റെ കാന്തേ, നിന്നെ കൂടാതെ എനിക്കെന്ത് ജീവിതം. ഉസ്കെ ബിന അതുകൂടാതെ. ഉസ്കെ ബിന അത് കൂടാതെ. ഉസ്കെ ബിന, ഉസ്കെ ബിന അത് കൂടാതെ. അത് ഒഴികെ, അത് ഒഴികെ. ഉസ്കെ ബിന അത് കൂടാതെ. ദൂസറേ ശബ്ദോ മേ അത് ഒഴികെ, അത് ഒഴികെ. इसका हिंदी शब्द उसके बिना, उसके बिना അത് കൂടാതെ യാ അത് ഒഴികെ. ഓ സാത്തി രേ तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. इसके बिना, इसके बिना ഇത് കൂടാതെ या ഇത് ഒഴികെ. इसका हिंदी शब्द है इसके बिना. मलयालम शब्द ഇത് ഒഴികെ या ഇത് കൂടാതെ. ഇത് കൂടാതെ, ഇത് ഒഴികെ, ഇത് ഒഴികെ. दूसरे शब्दों में ഇത് കൂടാതെ. हिंदी शब्द इसके बिना. तेरे बिना पे क्या जीना, तेरे बिना भी क्या जीना. ओ साथी रे तेरे बिना भी क्या जीना. എൻ്റെ പ്രിയേ, എൻ്റെ കാന്തേ, നിന്നെ കൂടാതെ എന്ത് ജീവിതം. ആത്തേ ബിന, ആനേ ബിന, ആത്തേ ബിന. മലയാളം വരാതെ, വരാതെ, വരാതെ. ആനേ ബിന, ആത്തേ ബിന. ആനേ ബിന, ആത്തേ ബിന. ആനേ ബിന അല്ലെങ്കിൽ ആത്തേ ബിന മലയാള അർത്ഥം വരാതെ. ജാത്തേ ബിന, ജാത്തേ ബിന. हिंदी शब्द जाते बिना. മലയാളം പോകാതെ, പോകാതെ. जाते बिना പോകാതെ. दूसरे शब्दों में हिंदी शब्द जाते बिना മലയാളം പോകാതെ, പോകാതെ. करने बिना, करने बिना മലയാളം ചെയ്യാതെ, ചെയ്യാതെ. करने बिना ചെയ്യാതെ. ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. बोलने बिना, बोलने बिना, बोलने बिना പറയാതെ. बोलने बिना പറയാതെ.
പറയാതെ, ബോൽനെ ബിന പറയാതെ, സോച്ചേ ബിന സോച്ച് ബിന ചിന്തിക്കാതെ, സോച്ച് ബിന ചിന്തിക്കാതെ, ബിനാ സോച്ച് ചിന്തിക്കാതെ, സോച്ചേ ബിന ബിനാ സോച്ച് ചിന്തിക്കാതെ. ഓ സാത്തി രേ തേരാ ബിനാ ബി ക്യാ ജീനാ, ഓ സാത്തി രേ തേരെ ബിനാ ബി ക്യാ ജീനാ, തേരെ ബിനാ ബി ക്യാ ജീനാ. സോത്തേ ബിന ഉറങ്ങാതെ, സോത്തേ ബിന ഉറങ്ങാതെ, ഉറങ്ങുക. സോത്തേ ബിന ഉറങ്ങാതെ, സോത്തേ ബിന ഉറങ്ങാതെ, സോത്തേ ബിന ഉറങ്ങാതെ. കാത്തേ ബിന തിന്നാതെ, കാത്തേ ബിന തിന്നാതെ. എന്തിനാണ് തിന്നാതെയും കുടിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കണേ? കാത്തേ ബിന खाना पीना छोड़कर तुम कई को ऐसा पैसा कमाता है, खा के पी के कुछ बच रहेगा तो कुछ बच गया तो वो तो कमाओ, वो तो बैंक में तुम्हारा खाता में डालो, और बिना खाने बिना तुम कुछ बचाओगे तो वो सब अस्पताल में देना पड़ेगा ना. ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പട്ടിണി കിടന്നൊക്കെ ഉണ്ടാക്കിയാൽ അത് അവസാനം ആശുപത്രി കൊടുക്കേണ്ടി വരും. इसलिए तुम लोग को ऐसा खा पी कर कुछ बच गया तो वो खाता में डाल दो, तुम्हारा बचत में रहेगा, नहीं तो तुम अस्पताल में देना पड़ेगा. इसलिए खाते बिना കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, खाने बिना खाते बिना കഴിക്കാതെ, തിന്നാതെ. दूसरे शब्दों में തിന്നാതെ. ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. എൻ്റെ ചക്കരേ, നിന്നെ കൂടാതെ എനിക്ക് എന്ത് ജീവിതം? എൻ്റെ ചക്കരേ, എൻ്റെ പ്രിയേ, എൻ്റെ കാമിനി, എൻ്റെ കാന്തേ, എൻ്റെ കരളേ, നിന്നെ കൂടാതെ എനിക്കെന്ത് ജീവിതം? അപ്പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? എൻ്റെ, അത്രേ ഉള്ളൂ അർത്ഥം. അപ്പന എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ. മേര എന്ന് പറഞ്ഞാൽ എൻ്റെയാണ്, മേര എന്ന് പറഞ്ഞാൽ എൻ്റെയാണ്. അപ്പോൾ അപ്പന എന്ന് പറഞ്ഞാലോ ചിലപ്പോഴൊക്കെ എൻ്റെ ആവും, ചിലപ്പോഴൊക്കെയോ മറ്റു ചിലപ്പോഴൊക്കെയോ അപ്പന എന്ന് പറഞ്ഞാൽ തൻ്റെ. അപ്പന കാം കറേ സാലേ, അപ്പന കാം കറേ. എടാ നാറി, നീ നിൻ്റെ പണിയെടുക്കും. ജാ അപ്പന കാം കർ, ജാ അപ്പന കാം കർ, താൻ തൻ്റെ പണിയെടുക്ക്. ജാ പോ, ജാ അപ്പന കാം കർ, പോയി തൻ്റെ പണിയെടുക്ക്. അപ്പോൾ ഈ അപ്പന എന്ന് പറഞ്ഞാൽ എൻ്റെ ആണെങ്കിലും ചില സമയത്ത് തൻ്റെ എന്നുള്ള അർത്ഥം വരും. ജാരേ തൂ തേരെ കാം കർ, പോടാ നീ നിൻ്റെ പണിയെടുക്ക്. തൂ തേരെ കാം കർ, ജാ അപ്പന കാം കർ, പോയി നിൻ്റെ പണിയെടുക്ക്, തൻ്റെ പണിയെടുക്ക്. അത് സ്ത്രീലിംഗത്തിലാണ് പറയണെങ്കിലോ, സ്ത്രീലിംഗമാണെങ്കിലോ അപ്പനി എൻ്റെ, അപ്പനി തൻ്റെ, ജാ അപ്പനി കാം കർ. സ്ത്രീലിംഗം ജാ അപ്പനി കാം കർ. ये अपना है, ഇതെൻ്റെയാണ്. ये अपना है, ഇതെൻ്റെയാണ്. ये मेरा है, ഇതെൻ്റെയാണ്. ये मेरा है, ഇതെൻ്റെയാണ്. ये अपनी है, ये अपना है, ഇതെൻ്റെയാണ്, ഇതെൻ്റേതാണ്. ജാ തേരാ കാം കർ, പോയി നിൻ്റെ പണിയെടുക്ക്. ജാ അപ്പന കാം കർ, താൻ തൻ്റെ പണിയെടുക്ക്. ജാ അപ്പന അപ്പന കാം കർ, അവനവൻ്റെ പണിയെടുക്ക്. അപ്പന അപ്പന കാം കർ, അവനവൻ്റെ പണിയെടുക്ക്. അപ്പനി അപ്പനി കാം കർ, അപ്പനി അപ്പനി കാം കർ, അവനവൻ്റെ പണിയെടുക്ക്. അപ്പന, അപ്പനി, അപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം, തൻ്റെ, തൻ്റെ തന്നെ, അവനവൻ്റെ. അപ്പന അപ്പന അവനവൻ്റെ, അപ്പന തൻ്റെ, എൻ്റെ എന്നും അർത്ഥം വരും, തൻ്റെ എന്നും അർത്ഥം വരും. അപ്പന തൻ്റെ, യ എൻ്റെ. അപ്പന മതലബ് തൻ്റെ, യ എൻ്റെ. തൻ്റെ പോലത്തും തേര, എൻ്റെ പോലത്തും മേര. എൻ്റെ, എൻ്റെ, മേര, മേര, എൻ്റെ. തൻ്റെ, തൻ്റെ, അപ്പന പോലത്തും തേര, തേര തൻ്റെ. മേര എൻ്റെ. अपना, अपना, मेरा और तेरा दोनों मतलब निकलता है. രണ്ടർത്ഥമുണ്ട്. അപ്പനി, അപ്പനി, അപ്പനി മേരി, അപ്പനി തേരി.
उसे अपनाया, उसे अपनाया, उसे अपनाया. इसका मतलब है അവനെ അവളെ സ്വീകരിച്ചു. ഉസ്സെ അവനെ അവളെ, അപ്പനായ സ്വീകരിച്ചു കൈക്കൊണ്ടു. ഉസെ അപ്പനായ, ഉസെ ഉസെ അപ്പനായ, ഉസെ അപ്പനായ, അവനെ അവളെ. ഉസനെ എന്ന് പറഞ്ഞാൽ അവനെന്നും അവളെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഉസനെ അപ്പനായ എന്ന് പറഞ്ഞാൽ അവനെയും അല്ലെങ്കിൽ അവളെ സ്വീകരിച്ചു. അവനെ സ്വീകരിച്ചു അല്ലെങ്കിൽ അവളെ സ്വീകരിച്ചു. ഉസെ അപ്പനായ അവനെ സ്വീകരിച്ചു, യാ അവളെ സ്വീകരിച്ചു. ഉസെ അപ്പനായ, ഉസെ അപ്പനായ അവനെ സ്വീകരിച്ചു, മെയിൽ പുല്ലിംഗ്. ഉസെ അപ്പനായ അവളെ സ്വീകരിച്ചു, അവളെ സ്വീകരിച്ചു. സ്വീകരിച്ചു, കൈക്കൊണ്ടു എന്നൊക്കെ പറയാൻ അപ്പനായ എന്ന് നമുക്ക് പറയാം. ഗ്രഹൺ കർദിയ, ഗ്രഹൺ കർദിയ, അപ്പനായ, അപ്പനായ, ഗ്രഹൺ കർദിയ സ്വീകരിച്ചു. സ്വീകാർ കിയ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. പക്ഷേ അപ്പനായ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വീകരിച്ചു, സ്വന്തമാക്കി അല്ലെങ്കിൽ കൈക്കൊണ്ടു എന്നൊക്കെയാണ് അർത്ഥം. അപ്പനായ സ്വീകരിച്ചു, കൈക്കൊണ്ടു, സ്വന്തമാക്കി. സ്വീകാർ കിയ, സ്വീകാർ കിയ സ്വീകരിച്ചു. അപ്പനായ ഗ്രഹൺ കർദിയ സ്വീകരിച്ചു, കൈക്കൊണ്ടു, സ്വീകരിച്ചു. അപ്പനായെങ്കെ, അപ്പനായെങ്കെ, അപ്പനായെങ്കെ സ്വീകരിക്കും, സ്വീകരിക്കാം. അപ്പനായെങ്കെ കൈക്കൊള്ളാം, അപ്പനായെങ്കെ സ്വന്തമാക്കാം, അപ്പനായെങ്കെ, അപ്പനായെങ്കെ സ്വീകരിക്കാം, കൈക്കൊള്ളാം, സ്വന്തമാക്കാം. ഗ്രഹൺ കരേഗ, അപ്പനായേഗ, ഗ്രഹൺ കരേഗ, സ്വീകാർ കരേഗ, സ്വീകാർ കരേഗ, ഗ്രഹൺ കരേഗ, അപ്പനായേഗ, അപ്പനായേഗ, അപ്പനായേഗി. അപ്പനാവോ, അപ്പനാവോ സ്വന്തമാക്കൂ, അപ്പനാവോ സ്വന്തമാക്കൂ. സ്വീകരിക്കൂ, സ്വീകരിക്കൂ, അപ്പനാവോ സ്വീകരിക്കൂ, സ്വന്തമാക്കൂ. ഗ്രഹൺ കറോ, ഗ്രഹൺ കറോ സ്വീകരിക്കൂ. സ്വീകാർ കറോ സ്വീകരിക്കൂ, അപ്പനാവോ സ്വന്തമാക്കൂ, സ്വീകരിക്കൂ. അപ്പനാന, അപ്പനാന പുണരുക, സ്വന്തമാക്കുക, പുണരുക. അപ്പനാന പുണരുക, സ്വന്തമാക്കുക, സ്വീകരിക്കുക. അപ്പനെ ആപ്പ്, അപ്പനെ ആപ്പ്, അപ്പനെ ആപ്പ് അവനവൻ തന്നെ, താൻ താങ്കളുടെ, താൻ താങ്കൾ, താൻ താങ്കൾ. അപ്പനെ ആപ്പ് സ്വയം, അപ്പനെ ആപ്പ് സ്വയം, തന്നെ, അപ്പനെ ആപ്പ്. अपने आप को क्या समझता है, अपने आप को क्या समझता है, തന്നെ പറ്റി താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? വലിയ പുള്ളിയാണെന്ന്. अपने आप को क्या समझता है, തന്നെ പറ്റി താൻ എന്താ വിചാരിക്കുന്നത്? ഇവിടുത്തെ രാജാവാണെന്നോ? क्या आप राजा है, क्या राजा है? क्या समझता है अपने अपने आप को, आप क्या समझता है, अपने आप को क्या समझता है? നിനക്കെന്നാ, നിന്നെപ്പറ്റി നിനക്കെന്താ വിചാരം, നിനക്കെന്താ വിചാരം? ക്യാ സമസ്തായേ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അപ്പനെ ആപ്കോ ക്യാ സമസ്തായേ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? തന്നെപ്പറ്റി താൻ എന്താണ് ചിന്തിക്കുന്നത്? തന്നെപ്പറ്റി താൻ എന്താണ് വിചാരിക്കുന്നത്? അപ്പനെ ആപ്കോ ക്യാ സമസ്തായേ, അപ്പനെ ആപ്കോ ക്യാ സമസ്തായേ താൻ തന്നെപ്പറ്റി എന്താണ് കരുതിയിരിക്കുന്നത്? അപ്പനെ ആപ്കോ ക്യാ സമസ്തായേ तुम्हारे बारे में तुमको क्या समझता है, तुम्हारे बारे में तुम क्या सोच रहे हो, तुम्हारे बारे में, तुम्हारे बारे में क्या सोच रहे हो നിങ്ങളെപ്പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? अपने आप को क्या समझता है, अपने आप को क्या समझता है, तुम्हारे बारे में क्या समझता है, तुम्हारे बारे में क्या सोच रहे, तेरे बारे में तू क्या सोच रहे, നിന്നെപ്പറ്റി നീ എന്താണ് വിചാരിക്കുന്നത്? तेरे बारे में तू क्या सोच रहे, നിന്നെപ്പറ്റി നീ എന്താ വിചാരിക്കുന്നത്? എന്താണ് വിചാരിച്ചിരിക്കുന്നത്? താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ ആരാണെന്നൊരു ധാരണ? तू क्या समझते हैं, तू कौन है, क्या समझते हैं, तू तेरे बारे में क्या समझता है, क्या सोचता है? നിന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? तू कौन है, ആരാ നീ, ആരാ നീ, कौन है तू, आरा दी, कौन है तू? क्या दादागिरी करते, क्या दादागिरी करते क्या गुंडागिरी करते, क्या गुंडागिरी करते क्या?
എന്താ നീ എന്താണോ അമ്മാടിത്തരം കാട്ടണോ? എന്താ റൗഡിത്തരം എടുക്കണോ? റൗഡിസം ഇളക്കുവാണോ? ക്യാ കർത്തേ? ഗുണ്ടായിരി കർത്തേ ക്യാ? ഗുണ്ടായിസം ഇറക്കുവാണോ? ഗുണ്ടായിസം ഇറക്കുവാണോ? ഗുണ്ടായിസം ഇറക്കുകയാണോ? ഗുണ്ടായിസം ഇറക്കുകയാണോ? ഗുണ്ടായിസം ഇറക്കുക? ഗുണ്ടായിസം ഇറക്കുകയാണോ? क्या कर रहे? क्या दादा समझता है क्या तू? अपने आप को दादा समझता है क्या तू? നീ എന്താ നിനക്ക് തന്നെ നീ തന്നെ ദാതയാണെന്ന് വിചാരിച്ചിരിക്കണോ? रेस्टोरेंट में गई, सब लोग साथ में बैठकर एक मेज का सामने बैठकर सब लोग खाना खाए. दोस्त लोग होटल में चले गए. नहीं, एक भीड़ होटल में चले जाते एक साथ, और एक मेज के सामने बैठकर सब लोग खाना खाए. तो सप्लायर खाने के बाद सप्लायर आए, पूछा बिल साथ में दूँ? बिल साथ में दूँ? बोला अपना अपना दो. बिल अपना अपना करो, बिल अपना अपना कर दो. ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി, ഒരുമിച്ച് കൂട്ടം കൂടിയാണ് പോയത്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സപ്ലയർ വന്നു ചോദിക്കുകയാണ്, ബില്ല് ഒരുമിച്ച് തരട്ടെ, എല്ലാവരുടെയും കൂടെ ബില്ല് ഒരുമിച്ച് തരട്ടെ. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അവനവൻ്റെ തന്നേക്ക്, ബില്ല് അവനവൻ്റെ തന്നാൽ മതി. എങ്ങനെയാണ് പറഞ്ഞത്? അപ്പന കറുതോ, അവനവൻ്റേതായിട്ട് എഴുതരാം, സ്വന്തമായിട്ട് എഴുതരാം. ഓരോരുത്തരുടെ ബില്ല് വേറെ വേറെ എഴുതരാം. അലകലക് ദേതോ, അലകലക് വേറെ വേറെ തരൂ. ബിൽ അലകലക് ദേതോ, ബില്ല് വേറെ വേറെ തരിക, ബില്ല് വേറെ വേറെ തരിക. ബിൽ അലകലക് ദേതോ, അപ്പന കറുതോ, ഓരോരുത്തരുടെയും വേറെ 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 താങ്കളുടെ തരൂ. റെസ്റ്റോറൻറ്റ് ചലകെ, ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഏക് സാത്ത് ചലകെ, ഒരുമിച്ച് പോയി. ഏക് മേശ് കെ സാമനെ ബൈഠ്കർ ഖായ, എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു മേശയുടെ മുമ്പിലിരുന്ന് എല്ലാവരും കഴിച്ചു. ഖാനെ കെ ബാദ്, ഭക്ഷണത്തിന് ശേഷം സപ്ലയർ ആയെ, സപ്ലയർ വന്നു. ഓർ പൂച്ച, പിന്നെ ചോദിച്ചു. ചോദിച്ചു, പിന്നെ ചോദിച്ചു, ബിൽ ഏക് സാത്ത് ദൂം, ബില്ല് ഒരുമിച്ച് തരട്ടെ. ബിൽ ഏക് സാത്ത് ദൂം ക്യാ, ഒരുമിച്ച് ബില്ല് ഒരുമിച്ച് തരട്ടെ. ഭീഡ് സെ ഏക് ആദ്മി പോല, ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നഹി വേണ്ട, അപ്പന കരുതോ, ഓരോരുത്തരുടെ അവനവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. അപ്പന കരുതോ, ഓരോരുത്തരുടെയും കൊടുക്കും, വേറെ വേറെ കൊടുക്കുക. അലകലക് ദേതോ, വേറെ വേറെ കൊടുക്കും, വേറെ വേറെ. അലകലക് വേറെ വേറെ കൊടുക്കും. അപ്പോൾ അപ്പനൻ്റെ കാര്യം മനസ്സിലായല്ലോ. അപ്പന അവനവൻ്റെ, താങ്കളുടെ. അലകലക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ, സെപ്പറേറ്റ്. സ്പോക്കൺ ഹിന്ദി, സംശയം കൂടാതെ തെറ്റുകൂടാതെ ധൈര്യമായിട്ട് ഹിന്ദി സംസാരിക്കണോ? ഹിന്ദി നാട്ടുകാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണോ? പെട്ടെന്ന് പഠിക്കണോ? ഒറ്റ മാസം കൊണ്ട് പഠിക്കണോ? ഹിന്ദി സംസാരിക്കുന്നതിൻ്റെ എല്ലാ അറപ്പും ചളിപ്പും തീർത്ത് ക്ലിയർ ആക്കി എടുത്തരും. മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹേ, മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹേ, എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ, മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ, എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം നേടാൻ സാധിച്ചു. മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ, മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ. എനിക്ക് മുझे അസീം അനിയന്ത്രിതമായ ആനന്ദം പായാ ജാത്താ ഹെ, നേടാൻ സാധിച്ചു. ठीक समय पर कृत्य സമയത്ത്
पुलिस के പോലീസിൻ്റെ ദക്കൽ സേഹി ഇടപെടൽ മുഖാന്തരം ദക്കൽ സേഹി ഇടപെടൽ കൊണ്ട് ദക്കൽ സേഹി ദക്കൽ ഇടപെടൽ ദക്കൽ സേഹി ഇടപെടൽ കൊണ്ട് ഹം ജോർദാർ പിട്ടായി സെ ബച്ച് ഗൈ ഹം ജോർദാർ പിട്ടായി സെ ബച്ച് ഗൈ ഹം നമ്മൾ ജോർദാർ പിട്ടായി സെ ഭയങ്കര വലിയ തല്ലുകൊള്ളുന്ന സാഹചര്യത്തിൽ നിന്ന് ജോർദാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പിട്ടായി സെ അടികൊള്ളുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ബച്ച് ഗൈ രക്ഷപ്പെട്ടു पुलिस के ठीक समय पर पुलिस के दक्कल से ही हम जोरदार पिटाई से बच गई കൃത്യസമയത്ത് പോലീസിൻ്റെ ഉചിതമായ ഇടപെടൽ മുഖാന്തരം നമ്മൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു. കൃത്യസമയത്തുള്ള പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് നമ്മൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു. ബച്ച് ഗൈ രക്ഷപ്പെട്ടു. പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് പായ സപ്ലർ നമ്മൾ ചോദിക്കുകയാണ് കാനയ്ക്കു ക്യാ ചായേ, ഭക്ഷണം കഴിക്കാൻ എന്താ വേണ്ടത്, കാനയ്ക്കു ക്യാ ചായേ. സപ്ലർ നമ്മളോട് ചോദിക്കുകയാണ് കാനേക്കോ ക്യാ ചായേ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പറയാണ് പായാതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള പായല്ല കിട്ടുക. പിന്നെന്താണ്, അവർ ആടിൻ്റെ കാലുണ്ട് അത് കൊണ്ടുതരും. ആടിൻ്റെ കാലെന്ന് പറഞ്ഞാൽ വലിയ തിറന്നിലുള്ള കാലല്ല, കാലിൻ്റെ ചെറിയ കഷ്ണം ആ ഇതുണ്ടല്ലോ കാലിൻ്റെ ആ ഒരു എല്ല്, പൈപ്പ് പോലുള്ള എല്ല്, അതുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ കറിയാണ് നമുക്ക് കൊണ്ടുതരാം. അപ്പോൾ അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പായ സൂപ്പ് എന്ന് പറഞ്ഞാൽ പായയുടെ സൂപ്പ്, കാലിൻ്റെ സൂപ്പ് കിട്ടും. പായ മസാല എന്ന് പറഞ്ഞാൽ പായ മസാലക്കറി കിട്ടും. അങ്ങനെ വെറുതെ പായ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തരും, ആടിൻ്റെ കാല് വേവിച്ചത് കറി കൊണ്ടുതരും പായ. അപ്പോൾ പായയ്ക്ക് എന്ത് പറയും, കാലെന്ന് പറയും. കാലിന് ഹിന്ദിയിൽ പായ എന്ന് പറയും, പാവെന്ന് പറയും, പിന്നെന്ത് പറയും, പയറെന്ന് പറയും. പയർ, കാല്, പാവ്, കാല്, ടാങ്ക്, കാല്, ടാങ്ക്, കാല്, പാവ്, കാല്, പയർ, കാല്, പായ, കാല്. അങ്ങനെ കുറേ പേരുകളുണ്ട്, കുറേ പര്യായ പദങ്ങളുണ്ട്. अभी 4 पर्यायवाची मैंने बोला पावों के बारे में. पाव, പയർ, ടാങ്ക് और പായ. കർപ്പായ എന്ന് പറഞ്ഞാലോ ചെയ്യാൻ കഴിഞ്ഞു, ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം. ചെയ്യാൻ കഴിഞ്ഞു, ചെയ്തു എന്ന് കർപ്പായ. മുജെ കർപ്പായ, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് ചെയ്യാൻ സാധിച്ചു, ഞാൻ ചെയ്തു. മൈനെ കർപ്പായ, ഞാൻ ചെയ്തു, അങ്ങനെ അർത്ഥം വരും. എന്നാൽ നൈ കർപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നൈ കർപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞില്ല, ചെയ്തില്ല എന്നൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥമാണ് പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു. പായ കണ്ടു. വേറൊരർത്ഥമാണ് പായ എന്ന് പറഞ്ഞാൽ കിട്ടി. പായ കണ്ടു, ദേഖ എന്നൊരർത്ഥമുണ്ട്. ദേഖ കണ്ടു, കിട്ടി. മിൽ ഗയ, പായ മിൽ ഗയ. നൈ പായ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല എന്നർത്ഥം വരും. നൈ പായ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല, നൈ മില, ഐസ मतलब निकलेगा. पाया अभी समझ गया ना. पाया मलयालम में ऐसे बोलते हैं, पाया बोलो तुम सोने का एक चादर है उसको पाया बोलता है. घास से बनाता है और दूसरा अभी प्लास्टिक में बनाता है, वो उसको पाया बोलता है. भिजाने का पाया वो पाया होता है. उसको सिर्फ पाया बोलो तुम, भिजाने का पाया मिलेगा केरला में. और पाया बोलेगा तो बकरे का टांग मिलेगा, बकरे का पैर टांग है, उसको फिर क्या बोलता है, वो सब पाव बोलता है, बकरे का पाव ऐसा भी बोलता है. नहीं पाया കണ്ടില്ല, കിട്ടിയില്ല, കണ്ടില്ല, കിട്ടിയില്ല. നഹി പായ നേടിയില്ല എന്നൊരർത്ഥം വരും.
നമ്മളെ കൂടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥം. നഹി പായ, നേടിയില്ല. നഹി മിൽ പായ, നഹി മിൽ പായ, കണ്ടെത്താനായില്ല. നഹി മിൽ പായ, മിൽ പായ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്നാണ് അർത്ഥം. നഹി മിൽ പായ എന്ന് പറഞ്ഞാൽ കണ്ടെത്താനായില്ല എന്നാണ്. നഹി മിൽ പായ, കണ്ടെത്താൻ സാധിച്ചില്ല. നഹി മിൽ പായ, നഹി മിൽ പായ, കണ്ടെത്താൻ സാധിച്ചില്ല. നഹി മിൽ പായ, കണ്ടെത്താൻ സാധിച്ചില്ല. കഹാം പായ ജാത്താ ഹേ, കഹാം പായ ജാത്താ ഹേ, എവിടെ കണ്ടെത്താൻ സാധിക്കും? കഹാം പായ ജാത്താ ഹേ, കിധർ പായ ജാത്താ ഹേ, കഹാം പായ ജാത്താ ഹേ, എവിടെ കണ്ടെത്താൻ സാധിക്കും, എവിടെ കാണാൻ സാധിക്കും. കഹാം എവിടെ, കഹാം എവിടെ, പായ ജാത്താ ഹേ കണ്ടെത്താൻ സാധിക്കും, കാണാൻ സാധിക്കും. കഹാം പായ ജാത്താ ഹേ, എവിടെ കാണാൻ സാധിക്കും. കൂദ് കോ റോക്ക് നഹീ പായ, കൂദ് കോ റോക്ക് നഹീ പായ, സ്വയം നിയന്ത്രിക്കാനായില്ല. കൂദ് കോ സ്വയം, അപ്ന സ്വയം. റോക്ക് നഹീ പായ, റോക്ക് നഹീ പായ, നിയന്ത്രിക്കാനായില്ല. നിയന്ത്രൺ കർ നഹീ സക്കാ, നിയന്ത്രിക്കാനായില്ല, നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കൂദ് കോ റോക്ക് നഹീ പായ, സ്വയം നിയന്ത്രിക്കാനായില്ല. കൂദ് കോ റോക്ക് നഹീ പായ. വിജയി പായി, വിജയി പായി, വിജയി പായി, വിജയം നേടി, വിജയം വരിച്ചു, വിജയിച്ചു. വിജയി പായി, വിജയിച്ചു, വിജയി പായി, വിജയിച്ചു. വിജയം നേടി, വിജയം നേടി. ഒക്യൂഡ്. വിജയി പായി, വിജയം നേടി, വിജയം വരിച്ചു, വിജയം നേടി, വിജയം വരിച്ചു, വിജയം നേടി. വിജയി പായി, വിജയിച്ചു, വിജയി പായി, വിജയിച്ചു. കർപ്പായ, കർപ്പായ, ചെയ്തു. കർപ്പായ, ചെയ്തു, ചെയ്യാൻ കഴിഞ്ഞു, ചെയ്യാൻ സാധിച്ചു. കർപ്പായ, ചെയ്യാൻ കഴിഞ്ഞു. കർപ്പായ, ചെയ്തു. കർപ്പായ, ചെയ്യാൻ സാധിച്ചു. കർപ്പായ, കർപ്പായ. अपना लक्ष्य हासिल कर पाई, अपना लक्ष्य हासिल कर पाई, തൻ്റെ ലക്ഷ്യം സാധിച്ചു. അപ്പന, തൻ്റെ, എൻ്റെ ഓർ തൻ്റെ, सामने वाले का और मेरा. अपना, अपना लक्ष्य कर पाया, अपना लक्ष्य कर पाया, എൻ്റെ ലക്ഷ്യം സാധിച്ചു. अपना, എൻ്റെ, मेरा लक्ष्य कर पाया, मेरा लक्ष्य कर पाया, अपना लक्ष्य कर पाया, तेरा लक्ष्य कर पाया, अपना ലക്ഷ്യ കർപ്പായ, നിൻ്റെ കാര്യം ലക്ഷ്യം സാധിച്ചു, എൻ്റെ ലക്ഷ്യം സാധിച്ചു. അപ്പന ലക്ഷ്യ ഹാസിൽ കർപ്പായ, അപ്പന ലക്ഷ്യ ഹാസിൽ കർപ്പായ, എൻ്റെ ലക്ഷ്യം സാധിച്ചു, തൻ അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം സാധിച്ചു. മേര യാ തുമാര, മേര യാ തേര. അപ്പന ലക്ഷ്യ ഹാസിൽ കർപ്പായ, എൻ്റെ ലക്ഷ്യം സാധിച്ചു അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം സാധിച്ചു. അപ്പന ലക്ഷ്യ ഹാസിൽ കർപ്പായ.